ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഗ്നോസി 5th സെമസ്റ്ററിലെ ബി ഫാമിലെ കോഗ്നോസി യൂണിറ്റ് 4 അതായത് ഫൈറ്റോ കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക് എടുക്കാൻ കാരണം നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അവർക്ക് കോഗ്നോസി എക്സാം ആണ്, സോ ഈ ടോപ്പിക് എടുക്കുമെന്ന് ചോദിച്ചു. ഇതേപോലെ നിങ്ങൾക്കും എക്സാംസ് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും കമന്റ് സെക്ഷനിൽ, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ കമന്റ് സെക്ഷനിൽ പറയുന്നത് ടോപ്പിക് കമന്റ് ഇടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇടാം, ഏത് ടോപ്പിക്കാണ്, അതുപോലെ ഏത് ഡേറ്റിന് മുന്നേ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിന്റെ ക്ലാസ് വേണം എന്നുള്ളത് കമന്റ് ഇടാം. എന്തെങ്കിലും റിപ്ലൈസ്, അതായത് ലൈക്ക് ആയിട്ടും അല്ലെങ്കിൽ കമന്റ്സ് ആയിട്ടും നിങ്ങൾക്ക് റിപ്ലൈസ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫുള്ള ടോപ്പിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ആൻഡ് നമ്മുടെ കൂടെ കൂടാം. ഓക്കെ, അപ്പൊ നമുക്ക് കോഗ്നോസിയിലേക്ക് പോവാം അല്ലെ. കോഗ്നോസി എന്ന് പറയുമ്പോൾ ഫൈറ്റോ കെമിസ്ട്രി ആണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 എന്തൊക്കെയുണ്ട്? ഫൈറ്റോ കെമിസ്ട്രി ഉണ്ട്, എക്സ്ട്രാക്ഷൻ ഉണ്ട്, പിന്നെ സ്പെക്ട്രോസ്കോപ്പി, എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ മോഡേൺ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻസ്, പിന്നെ സ്പെക്ട്രോസ്കോപ്പി, ക്രൊമാറ്റോഗ്രഫി, അങ്ങനെ എന്താ പറയാ, ഒരു കുറച്ച് ലെങ്തി ആണെങ്കിൽ അത്ര ലെങ്തി അല്ല ചാപ്റ്റർ, പക്ഷെ 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ള ഒരു യൂണിറ്റും കൂടിയാണ് യൂണിറ്റ് 4. സോ നമുക്ക് ഫൈറ്റോ കെമിസ്ട്രി എന്താന്ന് പഠിക്കാം. എന്താണ് മക്കളെ ഈ ഫൈറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാന്റ്സ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിക്കൽ സ്റ്റഡി അങ്ങനെയും പറയാം. അപ്പൊ പ്ലാന്റ്സിന്റെ കെമിക്കൽ സ്റ്റഡി, പ്ലാന്റ്സിന്റെ എന്ത് കെമിക്കൽ സ്റ്റഡിയാ, പ്ലാന്റ്സിനെ വെച്ചിട്ട് എന്ത് കെമിക്കൽ സ്റ്റഡി ചെയ്യാൻ അല്ലെ. പ്ലാന്റ്സിൽ നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, ഫ്ലാവനോയിഡ്സ്, ടെർപീൻസ്, അങ്ങനത്തെ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. പ്ലാന്റ്സിന്റെ ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് നമുക്ക് പല ഇൻഡസ്ട്രിയിൽ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിലും കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി ആണെങ്കിലും പല പല ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കണം. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ അല്ലേ, ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം നോക്കാം എക്സാമിന്. സോ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ branch of science that deals with the chemical study of plants and bioactive they contain. അല്ലെ, കെമിക്കൽ സ്റ്റഡി ഓഫ് പ്ലാന്റ്സിന്റെ കെമിക്കൽ സ്റ്റഡിനെയും അതുപോലെ അവർക്കുള്ള ബയോ ആക്റ്റീവ്, അവർക്ക് എന്ത് ബയോ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട് അവരിലുള്ള അതിനെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഫോക്കസ് ഓൺ ഐഡന്റിഫൈങ് ആൻഡ് അനലൈസിങ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് സച്ച് ആസ് ആൽക്കലോയിഡ്സ്, ഫ്ലാവനോയിഡ്സ്, ടെർപീൻസ്. അത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഐഡന്റിഫൈങ് ആൻഡ് അനലൈസിങ് എന്തൊക്കെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്. ഏതൊക്കെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്? ആൽക്കലോയിഡ്സ് ആൻഡ് ഫ്ലാവനോയിഡ്സ്, ടെർപീൻസ്. സോ definition of the branch of science that deals with the chemical study of plants and the bioactives they contain. However, it focuses on identifying and analyzing the bioactive compounds such as alkaloids, terpenes, flavonoids, etc. നമ്മള് എക്സ്ട്രാക്ഷൻ കാര്യങ്ങളിലൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. ഫൈറ്റോ കെമിസ്ട്രി എന്താന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും ഈ ഐറ്റംസ് ഒക്കെ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. സോ ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലേക്ക് എടുത്തു വെക്കുക. കാര്യം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് പോയിന്റ് ആണ് എഴുതേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഫൈറ്റോ കെമിസ്ട്രി അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ പ്രോസസ് തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണ് നടക്കണമെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അതായത് നമ്മളൊരു പ്ലാന്റ് എടുത്ത് എന്തൊക്കെയാണ് ആ പ്ലാന്റിൽ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ കളക്ഷൻ ആൻഡ് ഡ്രൈയിങ് ഓഫ് ദ ക്രൂഡ് ഡ്രഗ് അല്ലെ. നമ്മുടെ പ്ലാന്റിൽ ഇപ്പൊ എന്തെങ്കിലും ബാർക്കാണോ ലീഫാണോ എന്തോ ആയിക്കോട്ടെ, അതായിരിക്കും നമ്മുടെ ഡ്രഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് എടുക്കുന്നത്. അതിന്റെ അകത്തായിരിക്കും നമ്മുടെ ഡ്രഗ് ഉള്ളത്. സോ നമ്മൾ അതെടുത്ത്, അതാണ് പറയുന്നത് കളക്ഷൻ ആൻഡ് ഡ്രൈയിങ് ഓഫ് ദ ക്രൂഡ് ഡ്രഗ്. ക്രൂഡ് ഡ്രഗ് എടുത്ത് അതിനെ കളക്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് ഉണക്കിയതിനു ശേഷം നീ പൊടിക്കണം. അതായത് പൗഡറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പൗഡറിങ് ചെയ്യും. പൗഡറിങ് കഴിഞ്ഞിട്ട് വരുന്ന പ്രോസസ് ആണ് എക്സ്ട്രാക്ഷൻ. ഇത് പൗഡർ ചെയ്ത് ഈ പൗഡറിലോട്ട് കുറച്ച് സോൾവെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ അതിന്റെ അകത്തുള്ള ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂവൻസ് ഫ്ലാവനോയിഡ്സ്, ടെർപനോയിഡ്സ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതാണ് എക്സ്ട്രാക്ഷൻ. നമ്മൾ ഡ്രൈ ചെയ്തു, പൗഡർ ചെയ്തു, എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്തു. എക്സ്ട്രാക്ഷൻ റിമൂവിങ് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂവൻസ് ഫ്രം ദ പ്ലാന്റ് മെറ്റീരിയൽ യൂസിങ് സോൾവെന്റ്സ്. കുറച്ച് സോൾവെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് മെറ്റീരിയലിൽ നിന്ന് എന്ത് ചെയ്യാം, ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂവൻസിനെ റിമൂവ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു. ഇനി പുറത്തേക്ക് എടുത്തല്ലോ, അപ്പൊ ആ സാധനം കിട്ടി നമ്മുടെ കയ്യിൽ.
അതൊരു മിക്സ്ചർ ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്ത സാധനത്തിന് സെപ്പറേഷൻ ചെയ്യണം അല്ലെ? സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ. അതായത് നമുക്ക് വേണ്ട സാധനം കുറെ, അതിൻ്റെ അകത്ത് പല മിക്സ്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം എടുക്കുക. അതാണ് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ. സോ സെപ്പറേറ്റിംഗ് ദ ഇൻഡിവിജ്വൽ കോമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ. സോ ഈ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതൊക്കെയും? ക്രോമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ്. എക്സ്ട്രാക്ഷനിൽ നമുക്ക് കുറെ ടൈപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്, അതിൽ എന്താണ് മൈക്രോവേവ് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ ഉണ്ട്, എൻസൈം അസിസ്റ്റഡ്, അങ്ങനെ പല മെത്തേഡ് വഴി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഡ്രഗിന് നമ്മൾ ക്രോമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ് ഈ മെത്തേഡിലൊക്കെ പോയിട്ട് നമ്മൾ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ചെയ്യും. ഇതേപോലെ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പ്യൂരിഫിക്കേഷൻ ചെയ്യും. ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് നമ്മൾ TLC പ്ലേറ്റിലൂടെ RF വാല്യൂ കണ്ട് പ്യൂരിഫിക്കേഷൻ ചെയ്യും. അതേപോലെ റീക്രിസ്റ്റലൈസേഷൻ ചെയ്യും. ഇതൊക്കെ ചെയ്ത് നമ്മൾ പ്യൂരിഫിക്കേഷൻ, അതായത് നമ്മൾ എടുത്ത കോമ്പോണന്റ് നമ്മളൊന്ന് പ്യൂരിഫൈ ചെയ്ത് എടുക്കണം. അത്രേ ഉള്ളൂ. അതാണ് ഒബ്റ്റെയിനിങ് ദ പ്യൂർ കോമ്പൗണ്ട്സ് അല്ലെ? എടുത്തു, അതിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു, അതിലും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് കാണും. സോ അത് നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്ത് പ്യൂർ കോമ്പൗണ്ട് ആക്കി. ഈ പ്യൂർ കോമ്പൗണ്ട് നമ്മൾ വിചാരിച്ച സാധനം തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ? അല്ലാതെ എടുത്തു ഇതാണ് എന്റെ ഡ്രഗ് എന്ന് പറഞ്ഞിരിക്കൂല. സോ നമ്മൾ ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഐഡന്റിഫൈ ചെയ്തു. ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മളെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ അത് ഉപയോഗിക്കാം, അതിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ മൊത്തം, അതിന്റെ കോമ്പൗണ്ട് എങ്ങനെ ഇരിക്കണം, അത് UV IR സ്പെക്ട്രോസ്കോപ്പി ഒക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ അല്ലെ? ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടറൈസേഷൻ യൂസിങ് അനലിറ്റിക്കൽ ടെക്നിക്സ് അല്ലെ? UV മെത്തേഡ് ഉണ്ടാവും, IR സ്പെക്ട്രോസ്കോപ്പി, പല മെത്തേഡ്സ് വഴി നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യും. ഇതാണ് ആക്ച്വലി ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. ആദ്യം നമ്മൾ പ്ലാന്റ് മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, അത് ഡ്രൈ ചെയ്യുന്നു, പൗഡർ ചെയ്യുന്നു. പൗഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേഷൻ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നു. എക്സ്ട്രാക്ഷൻ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്യുന്നു. ഈ ഐസൊലേറ്റ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം അല്ലെ? പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നു. പ്യൂരിഫൈ ചെയ്ത സാധനം നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നു, ക്യാരക്ടറൈസേഷൻ ചെയ്യുന്നു. ഇതാണ് ഒരു പ്രോസസ്സ്. അപ്പൊ നമ്മൾ എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കൊണ്ടുപോയിട്ട് ക്രോമാറ്റിക് എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയിട്ട് ക്രോമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ് ഒന്നും എഴുതി വെക്കരുത്. അത് എക്സ്ട്രാക്ഷൻ അല്ലാണ്ട് പ്രത്യേകം എടുത്ത് പറയും. എന്തെന്ന്? പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇതെന്താണെന്ന്. ഇലക്ട്രോഫോറസിസ് ആണ്. പ്യൂരിഫൈ ഒക്കെ ചെയ്യണത് അല്ലെങ്കിൽ ക്രോമാറ്റോഗ്രഫി ആയിരിക്കും, ഇലക്ട്രോഫോറസിസ് ആണ്, അതാണ് നോക്കാം. എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. അതിൽ മോഡേൺ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോവേവ് അസിസ്റ്റഡ് ഉണ്ടാവും, എൻസൈം അസിസ്റ്റഡ് ഉണ്ട്, അൾട്രാസോണിക് ടൈപ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ ഉണ്ട്. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ മോഡേൺ മെത്തേഡ്സ് എഴുതേണ്ടത്. ഇനി നമുക്ക് എക്സ്ട്രാക്ഷനെ പറ്റി പഠിക്കാം അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫൈറ്റോകെമിസ്ട്രിയുടെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാക്ഷൻ എന്താന്ന് നോക്കാമല്ലോ. എക്സ്ട്രാക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? സോൾവെന്റ്സ് യൂസ് ചെയ്ത് നമ്മൾ കമ്പോണൻസ്, പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള കമ്പോണൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നു. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ വരും? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐസൊലേറ്റിംഗ് ബയോ ആക്റ്റീവ് കമ്പോണൻസ്. എവിടുന്ന്? ഫ്രം പ്ലാന്റ് മെറ്റീരിയൽസ് യൂസിങ് സോൾവെന്റ്സ് ലൈക്ക് വാട്ടർ, എഥനോൾ, ഹെക്സീൻ ഒക്കെ. ഈ സോൾവെന്റ് ഒക്കെ എടുക്കുന്ന വാട്ടർ ഒക്കെ നോർമലി മോസ്റ്റ്ലി നമ്മൾ എടുക്കുന്ന സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ. എന്തുകൊണ്ടായിരിക്കും? അതെന്താണ്? റിയാക്ട് ചെയ്യത്തില്ല. നമ്മൾ എടുക്കുന്ന ഫൈറ്റോ കോൺസ്റ്റൻസ് എക്സ്ട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ സോൾവെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യാത്ത, അതുപോലെ നമുക്ക് ചീപ്ലി അവൈലബിൾ ആവുന്ന, അങ്ങനത്തെ നമുക്ക് പറ്റുന്ന ഒരു സോൾവെന്റ് അല്ല നമുക്ക് കൂടുതൽ എടുക്കാം അല്ലെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട്. സോ ഇവിടെ എടുക്കുന്ന വാട്ടർ ആവാം, അല്ലെങ്കിൽ എഥനോൾ ആവാം, ഹെക്സൈൻ ആവാം. എക്സ്ട്രാക്ഷൻ എന്നൊരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐസൊലേറ്റിംഗ് ദ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് from the plant material using the solvents like water, ethanol, hexane, etc. സോ നമ്മൾ ഈ എക്സ്ട്രാക്ഷൻ എന്ന മെത്തേഡ് ചെയ്യുമ്പോൾ അതിൽ 2 കമ്പോണന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ 2 കമ്പോണന്റ് എന്തൊക്കെയാ? ഒന്ന് മാർക്ക്, പിന്നുള്ളത് മെൻസ്ട്രം അല്ലെ? മാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഇപ്പൊ കുറച്ച് ലീഫ് എടുക്കാം. ഈ ലീഫ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം തിളപ്പിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചില എന്താണ് പറയാ, ഒരു ജീരകമൊക്കെ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കും എന്ന് പറയും. അപ്പൊ ജീരകത്തിന്റെ ആ സത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണല്ലേ. അപ്പൊ അതേപോലെ ഇപ്പൊ കുറച്ച് ജീരകം എടുത്തു വെക്കും. ഈ ജീരകം വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ചൂടാക്കി
നമ്മൾ ഇതെടുത്തിട്ട് ഈ ജീരകപ്പാട് നമ്മൾ കുടിക്കില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും, ഇത് അരിക്കും. അരിച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം വേറെ കിട്ടും, ജീരകം വേറെ കിട്ടും. ആ കിട്ടുന്ന അരിപ്പക്കയിലുള്ള ജീരകം അല്ലെങ്കിൽ ചണ്ടി എന്നൊക്കെ പറയും. ഇതാണ് നമ്മുടെ എന്ത് മാർക്ക് എന്ന് പറയുന്നത്. അതേപോലെ ആ സോൾവെന്റ് കിട്ടുന്ന, ആ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആ ജീരക വെള്ളം ഉണ്ടല്ലോ, ആ സോൾവെന്റ് നമ്മൾ എന്ത് പറയും, മെൻസ്ട്രം എന്ന് പറയും. സോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദി സോളിഡ് റെസിഡ്യൂ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ദി എക്സ്ട്രാക്ഷൻ. നമ്മൾ അരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ജീരകം, അത് സോളിഡ് റെസിഡ്യൂ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ദി എക്സ്ട്രാക്ഷൻ ആണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ മെൻസ്ട്രം എന്ന് പറഞ്ഞാൽ? മെൻസ്ട്രം എന്ന് പറയുമ്പോൾ ദി സോൾവെന്റ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ഷൻ, വെള്ളത്തിലിട്ടല്ലേ ജീരകം തിളപ്പിക്കുന്നത്. അപ്പൊ ആ വെള്ളം, ദി സോൾവെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി എക്സ്ട്രാക്ഷൻ ആണ് നമ്മുടെ മെൻസ്ട്രം. മാർക്ക് എന്ന് പറഞ്ഞാൽ സോളിഡ് റെസിഡ്യൂ ദാറ്റ് ഗെറ്റ് ആഫ്റ്റർ ദി എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ദി എക്സ്ട്രാക്ഷൻ. അതാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെക്കാം. പ്രിൻസിപ്പിൾ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, എന്താ, ജസ്റ്റ് എക്സ്ട്രാക്ഷൻ അല്ലേ. അപ്പൊ എന്താ പറയാ, എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക്ക്, അതൊരു ടെക്നിക്കാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ കെമിക്കൽ ഓർ ബയോകെമിക്കൽ പ്രോസസ്. കെമിക്കൽ പ്രോസസ്സിലോ ബയോകെമിക്കൽ പ്രോസസ്സിലോ യൂസ് ചെയ്യും. എന്തിനു വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ? ടു സെപ്പറേറ്റ് ടു ഓർ മോർ ഡിഫറെന്റ് കമ്പോണൻസ് അല്ലെ, പല പല ഡിഫറെന്റ് കമ്പോണൻസ്, ഒന്നിൽ കൂടുതൽ രണ്ട് കമ്പോണൻസ്, ഡിഫറെന്റ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് സോളിബിലിറ്റീസ് ഇൻ ടു ഡിഫറെന്റ് ഇൻവിസിബിൾ ലിക്വിഡ് സോൾവെന്റ്സ്. അതായത് അവരുടെ റിലേറ്റീവ് സോളിബിലിറ്റീസ് അനുസരിച്ച് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇത്. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ കെമിക്കൽ ഓർ ദ ബയോകെമിക്കൽ പ്രോസസ് ടു സെപ്പറേറ്റ് two or more different components based on the relative solubilities in two different immiscible liquid solvents. അല്ലെ, two different immiscible liquid solventsന്റെ അകത്ത് കിടക്കുന്ന 2-3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ ആ കമ്പോണൻസിനെ നമ്മൾ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് അവരുടെ റിലേറ്റീവ് സോളിബിലിറ്റീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതാണ് അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ. ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. മോഡേൺ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ചോദിക്കാൻ കൂടുതലുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ 2 മെത്തേഡ് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. അത് ട്രഡീഷണൽ മെത്തേഡും മോഡേൺ മെത്തേഡും. ട്രഡീഷണൽ മെത്തേഡ് പഴയ കാലത്ത് ആൾക്കാർ ചെയ്തു വരുന്ന എന്തൊക്കെ മെത്തേഡ്സ് ആണെന്നല്ലേ. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മാസറേഷൻ, പെർക്കുലേഷൻ, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ, ഇൻഫ്യൂഷൻ, ഡിക്കോഷൻ, ഡിജഷൻ. ഇതില് മാസറേഷൻ, പെർക്കുലേഷൻ, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ഒക്കെ ഇച്ചിരി ഇമ്പോർട്ടന്റ് ഉണ്ട്. ചിലപ്പോ സെപ്പറേറ്റ് ആയിട്ട് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ മാസറേഷൻ, പെർക്കുലേഷൻ, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ, ഇൻഫ്യൂഷൻ, ഡിക്കോഷൻ, ഡൈജഷൻ. ഇനി മോഡേൺ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അൾട്രാസൗണ്ട് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ, അതേപോലെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ, മൈക്രോവേവ് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ, എൻസൈം അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ, അതുപോലെ പ്രിസർവ്ഡ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ. ഇത്രയാണ് നമ്മുടെ മോഡേൺ മെത്തേഡ്സിൽ വരുന്നത്. സോ ട്രഡീഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ്, ഭയങ്കര പാട് എടുക്കാനായിട്ട്, കുറെ സമയം എടുക്കുന്ന, ചെലവ് കൂടുതൽ, ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ സയന്റിസ്റ്റുകൾ ചിന്തിച്ചിട്ട് ഒരു മോഡേൺ മെത്തേഡ് ഇറക്കി. ആ മോഡേൺ മെത്തേഡ്സ് ആണ് ഇപ്പൊ പറഞ്ഞ മോഡേൺ മെത്തേഡ്സ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനിയുള്ളത് നമുക്ക് ജസ്റ്റ് ഡീപ്പായിട്ട് പോകാം. അതായത് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷനിൽ ട്രഡീഷണൽ മെത്തേഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രഡീഷണൽ മെത്തേഡിൽ ദ ഫസ്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? മാസറേഷൻ. മാസറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയത് വേണം. അത് സിംപ്ലസ്റ്റ് മെത്തേഡാണ് അത് അല്ലെ. എക്സ്ട്രാക്ഷന്റെ ട്രഡീഷണൽ മെത്തേഡിലെ സിമ്പിൾ വേയിലാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്ലാസ്ക് എടുക്കുക, ആദ്യം നമ്മൾ പ്ലാൻ മെറ്റീരിയൽ എടുക്കുക. പ്ലാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഇത് ഇടിച്ച് പൊടിച്ച് പൊടിയാക്കാന്ന് വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇല എടുത്ത് പിച്ചി പറിച്ചിടുക. ഈ പിച്ചി പറിച്ചിട്ട ഇല എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫ്ലാസ്കിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഫ്ലാസ്കിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോൾവെന്റ് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ അകത്തായിട്ട് നമ്മൾ എടുത്ത് പൊടിച്ച ഡ്രഗിന്റെ ഉള്ളിലായിട്ട് നമ്മൾ സോൾവെന്റ് യൂസ് ചെയ്ത് ഇത് ഒരു ജാറിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു മൊന്തയിൽ എന്തെങ്കിലും വെച്ച് എടുക്കുക. അത് അടച്ചു വെക്കുക.
അടച്ചിട്ടൊരു ഒരാഴ്ചയോളം വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതൊന്ന് കുലുക്കുക, വെക്കുക, കുലുക്കുക, എന്നിട്ട് വീണ്ടും വെക്കുക. ഈ ഒരു പ്രോസസ്സ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് 3 to 7 days നമ്മൾ ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാൻ മെറ്റീരിയൽ അകത്ത് കിടക്കുമല്ലേ, അപ്പൊ നമ്മൾ സോൾവെന്റ് ഒഴിച്ച് കഴിയുമ്പോൾ ഈ സോൾവെന്റ് ഒന്ന് കുലുക്കുമ്പോഴേക്കും ഇതിന്റെ പുറത്ത് സെൽ വാൾസ് ഒക്കെ പൊട്ടും. കാര്യം ഈ സോൾവെന്റ് എടുത്ത് കുറെ നേരം ഇപ്പൊ എന്താ പറയാ, ഒരു ഡെഡ് ബോഡി നമ്മുടെ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അളിഞ്ഞ് ചീഞ്ഞ് വെള്ളമൊക്കെ അതിന്റെ അകത്ത് കയറി അതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ പുറത്ത് വരും അല്ലെ. സെയിം മെത്തേഡ് ഈ പ്ലാൻ മെറ്റീരിയൽസ് നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് സെൽ വോൾസ് ഒക്കെ പൊട്ടി ഇതിന്റെ അകത്ത് നമുക്ക് വേണ്ടുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കമ്പോണൻസ് ഉണ്ടാവും. ഇത് വെള്ളത്തിൽ പുറത്തേക്ക് വരും, ഇത് വെള്ളത്തിൽ കിടക്കും. അത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ഈ സംഭവം എടുത്തിട്ട് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആ പ്ലാൻ മെറ്റീരിയൽ ബാക്കി ഉണ്ടാവണ സോളിഡ് മെറ്റീരിയൽ ഉണ്ട്, അതെന്താണ് നമ്മൾ പറഞ്ഞത്, മാർക്ക് അല്ലെ. ഈ മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ബാക്കി നമുക്ക് ഇടുന്ന എന്തായിരിക്കും, സോൾവെന്റിൽ എന്തുണ്ട്, ഈ നമുക്ക് ആവശ്യമുള്ള കോമ്പോണൻസ് ഉണ്ടാവും. ഈ സോൾവെന്റ് നമ്മൾ ഇവാപറേഷൻ ചെയ്യണോ, ഡിസ്റ്റിലേഷൻ ചെയ്തോ, ക്രിസ്റ്റലൈസ് ചെയ്തോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ പ്യൂരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ചിലപ്പോൾ പൊടിയായിട്ട് കിട്ടും. കുറെ നേരം ആവി കൊള്ളിക്കുമ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും, ഇവാപറേറ്റ് ചെയ്തിട്ട് നമുക്കിത് എന്താണ് മെറ്റീരിയൽസ്, നമുക്ക് വേണ്ട കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തായിരിക്കും അതിന്റെ അടി വന്ന് കിടക്കും, അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് പോലെ കിടക്കും. അങ്ങനെ നമുക്കിത് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാം. ഇത്രയ്ക്കും സിമ്പിൾ മെത്തേഡാണ് മാസ്റ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മാസ്റ്ററേഷന്റെ ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. അതായത് പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ where the solid material such as the plant tissue is sealed in a solvent. അല്ലെ, ഒരു സോൾവെന്റിൽ നമ്മുടെ സോളിഡ് മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലാന്റ് ടിഷ്യൂ സീൽ ചെയ്തേക്കുന്നത്. ആ സോൾവെന്റ് എന്തായിരിക്കാം, ഇറ്റ് ക്യാൻ ബി വാട്ടർ ഓർ എത്തനോൾ ടു എക്സ്ട്രാക്ട് ദ ഡിസൈർഡ് കോമ്പൗണ്ട്സ്. അല്ലെ, ഡിസൈർഡ് കോമ്പൗണ്ട്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സോൾവെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാന്റ് മെറ്റീരിയലിനെ സീൽ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, മാസറേഷൻ എന്ന് പറയണത്. സോ ദ ഗോൾ ഓഫ് ദ മാസറേഷൻ, എന്താണ് ഗോൾ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ടു ബ്രേക്ക് ഡൗൺ ദ സെൽ വോൾ ആൻഡ് റിലീസ് ദ കോമ്പൗണ്ട് ഇൻ ടു ദ സോൾവെന്റ്. നമ്മുടെ സെൽ വോൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ ഉള്ളിലെ കമ്പോണന്റ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവെന്റിലോട്ട് റിലീസ് ചെയ്യുക. അതാണ് അതിന്റെ ഗോൾ ഓഫ് ദ മാസറേഷൻ എന്ന് പറയുന്നത്. സോ മാസറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ with solid materials such as the plant tissue that is sealed in a solvent like water or ethanol to extract the desired compounds. ഇപ്പൊ തന്നെ പഠിച്ചു പോയി, സമയമില്ല നമുക്ക്. സോ ഇപ്പൊ തന്നെ ഡെഫിനിഷൻ നമുക്ക് ഓർത്ത് നോക്കി, ഞാൻ പറയുമ്പോൾ തന്നെ എന്റെ കൂടെ പറഞ്ഞ് പഠിച്ചങ്ങ് പോവാം. അതിന്റെ ഗോൾ എന്താ, നെക്സ്റ്റ് ദ ഗോൾ ഓഫ് ദ മാസറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബ്രേക്ക് ഡൗൺ ദ സെൽ വോൾ. അല്ലെ, സെൽ വോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക ആൻഡ് റിലീസ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ ടു ദ സോൾവെന്റ്. ഇനി നെക്സ്റ്റ് നമ്മളിതിന്റെ പ്രോസസ് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അതേ പ്രോസസ് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒന്ന് പറയാം. ദ പ്ലാന്റ് മെറ്റീരിയൽ ക്ലീൻഡ്, നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് ഡ്രൈ ചെയ്യുക, ഉണക്കി പൊടിക്കുക എന്ന് പറയുമ്പോൾ പൗഡർ ചെയ്യുക. സോ ദ പ്ലാന്റ് മെറ്റീരിയൽ ക്ലീൻ, ഡ്രൈഡ് ആൻഡ് ക്രഷ്ഡ്. എന്തിനാണ് ക്രഷ് ചെയ്യുന്നത് വെച്ചാൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ് മെറ്റീരിയൽ ക്രഷ് ചെയ്യുന്നത്. അപ്പൊ ദ പ്ലാന്റ് മെറ്റീരിയൽ ക്ലീൻ, ഡ്രൈഡ് ആൻഡ് ക്രഷ്ഡ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. അതാണ് ഫസ്റ്റ് പ്രോസസ്. സെക്കൻഡ് അടുത്ത ആരോ മാർക്കറ്റ് എഴുതാം. സ്യൂട്ടബിൾ സോൾവെന്റ് ഈസ് സെലക്ടഡ്. എങ്ങനെ നമ്മളൊരു സോൾവെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ സോൾവെന്റ് ആ പ്ലാന്റ് മെറ്റീരിയൽ ആയിട്ട് റിയാക്ട് ചെയ്യാനൊന്നും പാടില്ല, അല്ലെ, എക്സ്ട്രാക്ട് ചെയ്ത സാധനം. സോ ദ സോൾവെന്റ് ഈസ് ദ ടൈപ്പ് ഓൺ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ കോമ്പൗണ്ട് ടു ബി എക്സ്ട്രാക്റ്റഡ്. ഏത് കോമ്പൗണ്ട് ആണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ചിലപ്പോൾ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യണ ഏതെങ്കിലും കോമ്പൗണ്ട് ആണ് നമ്മൾ എക്സ്ട്രാക്ട്. നോർമലി ആരും എക്സ്ട്രാക്ട് അങ്ങനെ റിയാക്ട് ചെയ്യില്ല, കുറവാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെള്ളം അല്ലെങ്കിൽ എന്തിനായിട്ട് റിയാക്ട് ചെയ്യുന്ന കോമ്പൗണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ആ രണ്ടും എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ ഹെക്സേൻ ഒക്കെ എടുക്കും സോൾവെന്റ് ആയിട്ട്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ കോമ്പൗണ്ട് ടു ബി എക്സ്ട്രാക്റ്റഡ്. അതുകൊണ്ടാണ് അത് മനസ്സിലായത്. ഇനി അടുത്ത പ്രോസസ്സ്, നമ്മൾ സോൾവെന്റ് എടുത്ത് കലക്കി. ഇത് പ്ലാന്റ് മെറ്റീരിയൽ സീൽഡ് ഇൻ ദ സോൾവെന്റ്, അല്ലെ, പ്ലാന്റ് മെറ്റീരിയൽ കൊടുത്ത് സോൾവെന്റ് കൊടുത്ത്. ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ഒരു മെറ്റീരിയലില് പ്ലാന്റ് മെറ്റീരിയൽ 3 to 7 days നമ്മൾ എന്ത് ചെയ്യുക, സീൽ ചെയ്ത് വെക്കുക. പ്ലാന്റ് മെറ്റീരിയലും അതേപോലെ സോൾവെന്റിൽ ഒഴിച്ചിട്ട് സീൽ ചെയ്ത് വെക്കുക. അതുപോലെ വിത്ത് ഫ്രീക്വന്റ് ഷേക്കിങ്, ഇടക്കിടക്ക് ഒന്ന് കുലുക്കി കൊടുക്കുക, സീൽ ചെയ്ത് വെക്കുക. എന്നിട്ട് സീൽ ചെയ്ത് വെച്ച സാധനം എന്ത് ചെയ്യുക,
ഇടയ്ക്കിടയ്ക്ക് കുലുക്കുക. The plant material is sealed in the solvent for 3 to 7 days with a frequent shaking. ഇനിയുള്ളത് the mixture is filtered to separate the solvent. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ആ മിക്സ്ചർ എടുത്തിട്ട് ഫിൽട്ടർ ചെയ്യുക അല്ലെ, ആ സോൾവെന്റ് നമ്മളങ്ങ് മാറ്റി വെക്കുക. The mixture is filtered to separate the solvent. ഇനി the solvent is concentrated. ആ സോൾവെന്റിലായിരിക്കും നമ്മുടെ വേണ്ട സാധനങ്ങളെ. ജീരകം നമ്മൾ എന്താ പറഞ്ഞത്, ജീരക വെള്ളത്തിലിട്ട് ജീരകം എടുത്തിട്ട് ആ ജീരകമാണ് നമ്മൾ എടുത്ത് തിന്നണം അല്ലല്ലേ, വെള്ളമല്ലേ കുടിക്കുന്നത്. അപ്പൊ വെള്ളത്തിന്റെ അകത്തായിരിക്കും ജീരകത്തിന്റെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത്. സെയിം പ്രോസസ്സ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത സോൾവെന്റ് എടുക്കാം. നമ്മള് മാർക്ക് എടുത്ത് കളഞ്ഞ് വെൻച്ചർ എടുക്കാം. ആ സോൾവെന്റ് എടുത്തിട്ട് ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ്, അതായത് ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ റീക്രിസ്റ്റലൈസേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ത്രൂ ഇവാപറേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റഡ് എക്സ്ട്രാക്ട് കിട്ടും അല്ലെ. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എക്സ്ട്രാക്ട് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ മാസറേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അതേപോലെ ഇനി അതിന്റെ ആപ്ലിക്കേഷൻ, ഞാൻ 3 ആപ്ലിക്കേഷൻ കൂടി എഴുതണം. ആപ്ലിക്കേഷൻ വളരെ എളുപ്പം, എല്ലാത്തിലും ഇത് കണ്ട് എഴുതി വെക്കുക. ഫുഡ് ഇൻഡസ്ട്രിയില്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയില്, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയില്, അങ്ങനെ നമുക്ക് അറിയാവുന്ന ഇൻഡസ്ട്രി ഒക്കെ എഴുതി വെക്കാം. എല്ലാത്തിലും ഉണ്ടാവും ഈ പരിപാടി. നമ്മൾ ഒട്ടുമിക്ക എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എഴുതി വെക്കാം. ഇനി എളുപ്പത്തിനുള്ള ഈ സിംപ്ലസ്റ്റ് ഒരു ഫിഗറും കൂടി വരച്ച് വെക്കാം, ഇംപ്രസ് ആവാൻ വേണ്ടിട്ട്. ഇംപ്രസ് ആവാൻ ആൻസർ ഷീറ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ ഗുമ്മിന് വേണ്ടിട്ട് ഫിഗർ വരച്ച് വെച്ചാൽ നന്നായിരിക്കും. അതായത് ഇത് നമ്മുടെ എന്താണ് ബോട്ടില്, പ്രത്യേകിച്ച് എടുക്കുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിലിൽ എടുത്ത് കുറച്ച് പ്ലാന്റ്സിൽ എടുത്ത് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാന്നല്ലേ. അത് തന്നെ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ലിക്വിഡ്. കുറെ കഴിയുമ്പോ ഈ സാധനം താഴത്ത് വന്ന് അടിഞ്ഞു കിടക്കും, നമ്മുടെ മെറ്റീരിയൽ അല്ലേ. വെള്ളം ഇവിടെ വന്ന് കിടക്കും. അതൊരു ബോട്ടില് നമ്മൾ ഇത് സീൽ ചെയ്തൊരു ട്യൂബാണ്. അപ്പൊ സീൽഡ് ബോട്ടില് നമ്മളിത് ഇത് ചെറിയൊരു ഫിഗറാണ്, വെറുതെ അങ്ങ് വരച്ചു വെക്കുക അതങ്ങോട്ട്. അപ്പൊ നമ്മുടെ മാസറേഷൻ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മള് സെക്കൻഡ് മെത്തേഡ് ഓഫ് ട്രഡീഷണൽ എക്സ്ട്രാക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. സെക്കൻഡ് മെത്തേഡ് ഏതാ? പെർക്കുലേഷൻ. പെർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പെർക്കുലേഷൻ? പെർക്കുലേഷൻ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ആണ്. അത് നമ്മൾ മാസറേഷൻ ചെയ്തപ്പോൾ ജസ്റ്റ് എന്താണ് നമ്മുടെ പ്ലാന്റ് മെറ്റീരിയല് വാട്ടറിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് അല്ലെ. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് മോഡ് ഓഫ് എക്സ്ട്രാക്ഷനെയാണ് നമ്മൾ പെർക്കുലേഷൻ. മാസറേഷനേക്കാളും ഒരു പടി മുമ്പുള്ള, ഒരു പടി എന്ന് വെച്ചാൽ ഒരു പടി മുന്നേ നമുക്ക് ഈസി ആയിട്ടും നല്ല എഫക്റ്റ് ആയിട്ടും കാര്യങ്ങൾ കിട്ടണ ഒരു ടൈപ്പ് ഓഫ് എക്സ്ട്രാക്ഷൻ ആണ് പെർക്കുലേഷൻ. പെർക്കുലേഷൻ എന്ന് പറയുമ്പോൾ the method used for extracting the soluble compounds from the solid material. Solid material അതായത് പ്ലാന്റ് പാർട്സിന്റെ സോളിഡ് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, കോമ്പൗണ്ട്സ് എക്സ്ട്രാക്ട് ചെയ്യുക. പിന്നെയുള്ളത് പ്രോസസ് ഇൻവോൾവ്സ് പാസിംഗ്. ഈ പ്രോസസ് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യും? ഇറ്റ് പാസിംഗ് ഈ സോൾവെന്റ് ത്രൂ സോളിഡ് മെറ്റീരിയൽ. ഞാൻ പറഞ്ഞതല്ലേ വാട്ടർ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റേത് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുകയായിരുന്നു, ഇത് വാട്ടർ ഇങ്ങനെ പാസ് ചെയ്തിരിക്കും. അതായത് പ്രോസസ് ഇൻവോൾവ്സ് പാസിംഗ് ഈ സോൾവെന്റ് ത്രൂ ദ സോളിഡ് മെറ്റീരിയൽ to dissolve and carry the desired constituents. ഈ വാട്ടർ പാസ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റുവൻസിനെ അതിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിന്റെ ഒപ്പം അതിനെ കൊണ്ടുവരികയാണ്. അതായത് ഇപ്പൊ ഒരു ഒഴുക്ക് ചാലില് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെയൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒഴുക്ക് ചാല് പോകുമ്പോൾ ആ സാധനങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒഴുക്ക് ചാല് പോകും. അതുപോലെ തന്നെ ഈ വാട്ടറിൽ ഈ കോൺസ്റ്റുവൻസ് ഡിസോൾവ് ആയിട്ട് ഈ വാട്ടർ അതേപോലെ വരികയാണ്. അതായത് ഡിസോൾവ് ആൻഡ് ക്യാരി ദ ഡിസൈർഡ് കോൺസ്റ്റുവൻസ്. നമുക്ക് ആവശ്യമുള്ള കോൺസ്റ്റുവൻസ് ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അതിൽ നിന്ന് ക്യാരി ചെയ്തെടുക്കും. ദ പ്രോസസ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഇൻസ്ട്രുമെന്റ് കോൾഡ് പെർക്കുലേറ്റർ. ഇത് ചെയ്യണത് പെർക്കുലേറ്റർ എന്നൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതൊരു കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ മെത്തേഡാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്. കണ്ടിന്യൂസ് ആയിട്ട്, അതായത് പോയ വെള്ളം കുറച്ച് നമുക്ക് പുതിയ വെള്ളം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് പെർക്കുലേഷന്റെ പൊക്കത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഓൾറെഡി ഒരു വെള്ളം പോയി വീണ്ടും എന്ത് ചെയ്യുക, ഈ മെത്തേഡ് ഇങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂ ചെയ്തിട്ട് കുറെ ടൈം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ എക്സ്ട്രാക്ഷൻ പ്രോഡക്റ്റ് മൊത്തത്തിൽ, അതായത് നമുക്ക് എല്ലാം കിട്ടി, അതിന്റെ സത്ത് മൊത്തം കിട്ടി എന്ന് ഉറപ്പുവരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് റിമൂവ് ചെയ്യണത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ ആണ്. ആദ്യം നമ്മൾ മെറ്റീരിയൽ ഒരു ഡ്രഗ് എടുത്തിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയാണ്. അതായത് ഇപ്പൊ ഒരു സോളിഡ് മെറ്റീരിയൽ ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു പൗഡർ ഫോം അല്ലെ. അല്ലെങ്കിൽ ഒരു കോഴ്സ് പൗഡർ, ഒരു മീഡിയം പൗഡർ ഫോം ആയിരിക്കണം. അതായത് ഒരുപാട് പൗഡർ ഫോം ആയിരിക്കരുത്. അതുപോലെ ഭയങ്കര ലൂസായിട്ടും
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിക്കായിരിക്കരുത്, ഒരുപാട് ലൂസും ആയിരിക്കരുത്. അങ്ങനെ ഇത് നമുക്കൊരു പൗഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ പൗഡർ ഫോമിലോട്ട് എന്തിനാ കൺവേർട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ടു ഇൻക്രീസ് സർഫസ് ഏരിയ ആൻഡ് എൻഹാൻസ് ദ സോൾവെന്റ് പെനിട്രേഷൻ അല്ലെ. സോൾവെന്റ് അതിൽ കൂടി എളുപ്പത്തിൽ വരാനുള്ള ഹെൽപ്പിലും അതുപോലെ തന്നെ സർഫസ് ഏരിയ കൂട്ടണം. സർഫസ് ഏരിയ കൂട്ടുമ്പോൾ സോൾവെന്റ് ഈസി ആയിട്ട് അതിൽ കൂടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ മെറ്റീരിയൽ ഈസ് മോയ്സ്റ്റൻഡ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് സോൾവെന്റ് ടു സോഫ്റ്റൻ ആൻഡ് സ്വെൽ ദ പാർട്ടിക്കിൾ എൻഷുറിംഗ് ദ യൂണിറ്റ് സോൾവെന്റ് ഫ്ലോ. അതായത് ഈ മെറ്റീരിയൽ നമ്മൾ എന്താണ് ഒരു സ്വെല്ലും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോൾവെന്റിൽ ഇപ്പൊ അല്ലെങ്കിൽ സൊല്യൂട്ടിലോ സോൾവെന്റിലോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മോയിസ്റ്റും ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വെല്ലും ചെയ്യുമ്പോൾ ഇതിലുള്ള പോർസ് ഒക്കെ ഓപ്പൺ ആവും. അപ്പൊ നമ്മൾ ഒഴിക്കുന്ന സോൾവെന്റിന് ഈസിലി അതിൻ്റെ ഉള്ളിൽ കൂടി പെനിട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ യൂണിഫോം ഫ്ലോ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈസിലി അതിന് ഇതൊന്ന് സ്വെല്ലായി വീഴ്ത്തുമ്പോൾ പോർസ് ഓപ്പൺ ആവുമ്പോൾ സോൾവെന്റ് കയറി അതിൻ്റെ ഉള്ള കോൺസ്റ്റൻസിനെ സോലുബിളൈസ് ചെയ്ത് അതിനോടൊപ്പം തന്നെ എടുത്തിട്ട് താഴേക്ക് വരണം. അതാണ് ഈ ഒരു പ്രോസസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മോയിസ്റ്റൻ ചെയ്ത് പോർസ് ഒക്കെ ഓപ്പൺ ചെയ്തു. അതിനാണ് പറയുന്നത് മെറ്റീരിയൽ ഈസ് മോയിസ്റ്റൻഡ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് സോൾവെന്റ്. ചെറിയ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഇത് മോയിസ്റ്റൻ ചെയ്യാം ടു സോഫ്റ്റൻ ആൻഡ് സ്വെൽ. അതിലെ സോഫ്റ്റൻ ചെയ്യാൻ സ്വെൽ ചെയ്യണം. സ്വെൽ ദ പാർട്ടിക്കിൾ എൻഷുറിംഗ് എ യൂണിറ്റ് സോൾവെന്റ് ഫ്ലോ. ഇനിയുള്ളത് നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ the moistened material is packed in the cylindrical vessel called percolator. ഇനി നമ്മൾ ഈ ആദ്യം പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽ ആയിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് പാക്കിംഗ് ഓഫ് മെറ്റീരിയൽ ആണ്. അതായത് ഈ മെറ്റീരിയൽ നമ്മൾ പെർക്കുലേറ്ററിൽ പാക്ക് ചെയ്യണം. നമ്മൾ മോയിസ്റ്റൻ ചെയ്ത മെറ്റീരിയൽ പെർക്കുലേറ്ററിൽ പാക്ക് ചെയ്ത് വെക്കണം. അതാണ് ഇവിടെ പറയുന്നത്. മോയിസ്റ്റൻ മെറ്റീരിയൽ ഇസ് പാക്ക്ഡ് ഇൻ ദ സിലിണ്ടറിക്കൽ വെസൽ. പെർക്കുലേറ്റർ എന്താണെന്ന് ഞാൻ കാണിച്ചില്ല, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. പെർക്കുലേറ്റർ ഒരു സിലിണ്ടറിക്കൽ വെസലായി. സിലിണ്ടറിക്കൽ വെസലിന്റെ ഉള്ളിൽ നമ്മൾ ഈ സംഭവം എന്ത് ചെയ്യുക, പാക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അഡീഷൻ ഓഫ് സോൾവെന്റ്, suitable solvent is added from the top of the percolator. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, ഒരു സിലിണ്ടറിക്കൽ വെസലിൽ ഞാൻ എന്റെ കോമ്പൗണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്ന പ്ലാന്റ് പാർട്സ് ഞാനിവിടെ പാക്ക് ചെയ്ത് ഡ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത് അതിൽ പൗഡർ ഫോം ആക്കി എന്നിട്ട് അതിൽ മോയിസ്റ്റൻ ചെയ്ത് എന്നിട്ട് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കണാണ്. ഇതിന്റെ പൊക്കത്ത് എനിക്ക് വേണ്ട അതായത് മെൻസ്ട്രം എന്ന് പറഞ്ഞത് നമ്മള് സോൾവെന്റ്, ഏത് സോൾവെന്റ് ആണ് നമ്മൾ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത് ആ സോൾവെന്റ് ഇതിന്റെ പൊക്കത്ത് ഒഴിച്ചു വെക്കും. അപ്പൊ ഈ സോൾവെന്റ് ഇച്ചിരി ആയിട്ട് ഈ ഒരു പാർട്ടിലോട്ട് വീണിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി എന്തായാലും മറ്റേ പോർസ് ഒക്കെ ഓപ്പൺ ആണ്. അപ്പൊ ആ കോൺസ്റ്റൻസിന്റെ ഉള്ളിൽ കൂടി കയറി അതിന് വേണ്ടുന്ന സോല്യൂബിൾ ആയിട്ട് അതിന് സോല്യൂബിളൈസ് ചെയ്യും. അതായത് നമ്മുടെ മെയിൻ കോൺസ്റ്റൻസ് അത് ആ വെള്ളത്തിൽ സോല്യൂബിളൈസ് ചെയ്ത് എന്നിട്ട് ഇവിടെ കൂടി വീണ്ടും ബാക്കി ഒലിച്ച് വന്നിട്ട് ആ വെള്ളമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യണത്. അപ്പൊ ഇവിടെ അഡീഷണൽ സോൾവെന്റ് എന്ന് പറയുമ്പോൾ സ്യൂട്ടബിൾ സോൾവെന്റ് ഈസ് ആഡഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ പെർക്കുലേറ്റർ. പെർക്കുലേറ്ററിന്റെ പൊക്കത്ത് നമുക്ക് ഏത് സോൾവെന്റ് ആണോ നമ്മൾ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത് ആ സോൾവെന്റ് ടോപ്പ് ഓഫ് ദ പെർക്കുലേറ്ററിൽ ആഡ് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് വാട്ടർ എടുക്കാം, എഥനോൾ എടുക്കാം. ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സോളിബിലിറ്റി. ഇവിടെ നമ്മൾ സോളിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഏത് കോൺസ്റ്റന്റ് ആണ് ഈസിലി, ഇപ്പൊ ചില കോൺസ്റ്റന്റ് ഫ്ലാവനോയിഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺസ്റ്റൻസി ഈസിലി വാട്ടർ സോലിബിൾ ആയി നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു വാട്ടർ ഇതിൽ കൂടി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഫ്ലാവനോയിഡ്സ് കയറി പിടിക്കും, വെള്ളത്തിൽ കയറി സോലിബിളൈസ് ആവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് പെർക്കുലേഷൻ പ്രോസസ്സിന്റെ ഫോർത്ത് സ്റ്റെപ്പ് നോക്കാം. തേർഡ് സ്റ്റെപ്പ് വരെ നമ്മൾ നോക്കിയത് അല്ലെ, എന്താണ് നമ്മൾ ആ ഒരു സോൾവെന്റ് ആഡ് ചെയ്ത് പെർക്കുലേറ്ററിന്റെ അകത്തോട്ട് നമ്മുടെ മേളിൽ കൂടി സോൾവെന്റ്, സ്യൂട്ടബിൾ സോൾവെന്റ് ഡിസോൾവ് ചെയ്യാം, കോമ്പൗണ്ട്സ് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സോൾവെന്റ് ആഡ് ചെയ്ത്. ഇനി നമുക്ക് ഫോർത്ത് പ്രോസസ് നോക്കാം. ഫോർത്ത് പ്രോസസ് സോൾവെന്റ് പെർക്കുലേറ്റ് ത്രൂ ദ മെറ്റീരിയൽ അണ്ടർ ദ ഗ്രാവിറ്റി. ആഡ് ചെയ്ത സോൾവെന്റ് ഗ്രാവിറ്റിയുടെ ആ ഒരു പ്രഷറിൽ പെർക്കുലേറ്റ് ചെയ്യുക, ആ മെറ്റീരിയലിന്റെ അടിയിൽ കൂടി പെർക്കുലേറ്റ് ചെയ്യുക. എക്സ്ട്രാക്ടിങ് the compounds it moves down അല്ലെ, as it moves down. അതായത് നമ്മുടെ സോൾവെന്റ് ഗ്രാവിറ്റിയുടെ അണ്ടറിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെയുള്ള കോമ്പൗണ്ട്സിനെ അത് എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ദ സോൾവെന്റ് കണ്ടിന്യൂസ്ലി ഡിസോൾവ് ദ ഡിസൈർഡ് കോൺസ്റ്റിറ്റ്യൂൻസ് ഫ്രം ദ മെറ്റീരിയൽ. മെറ്റീരിയലിൽ നിന്ന് ഡിസൈർഡ് ആയിട്ടുള്ള ആവശ്യമുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക, അത് ഡിസോൾവ് ചെയ്ത്. കാരണം നമ്മൾ വീണ്ടും സോൾവെന്റ് അവിടെ തീരുന്നതോടെ നമ്മൾ വീണ്ടും പുതിയ സോൾവെന്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള സോൾവെന്റ് പിന്നെയും വീണുകൊണ്ടിരിക്കണേ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, ഈ ആദ്യം പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ആദ്യം ഡിസോൾവ് ആകാൻ പറ്റാത്ത മെറ്റീരിയൽ രണ്ടാമത്തെ റൗണ്ടിൽ എന്ത് ചെയ്യുക, ഡിസോൾവ് ആകും. അപ്പൊ ഇവിടെ ഡിസോൾവ് കണ്ടിന്യൂസ്ലി ഡിസോൾവ്, കണ്ടിന്യൂസ്ലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു, കണ്ടിന്യൂസ്ലി ഡിസോൾവ്സ് ദ ഡിസൈർഡ് കോൺസ്റ്റന്റ് ഫ്രം ദ മെറ്റീരിയൽ. ദ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ നേച്ചർ ഓഫ് ദ സോൾവെന്റ്. ഇനി ഈ പ്രോസസ്സിനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും, നേച്ചർ ഓഫ് ദ സോൾവെന്റ്, പിന്നെ ടെമ്പറേച്ചർ. നേച്ചർ ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഈസിലി അതിനായിട്ട് ചിലപ്പോൾ ചില സോൾവെന്റ് ഇതിലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ.
അപ്പൊ അത് സോൾവെന്റിന്റെ നേച്ചർ എന്തായാലും സോലിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സോൾവെന്റിന്റെ നേച്ചറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് ദ സോൾവെന്റ്, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ എന്താണ് സോലിബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട്സ്, എത്രത്തോളം ഈസിലി സോലിബിൾ ആണ്. നന്നായിട്ട് സോലിബിൾ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല റിസൾട്ട് ആയും കിട്ടുക. സോലിബിലിറ്റി കുറയുമ്പോൾ റിസൾട്ട് കുറയുമ്പോൾ സോലിബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട് ഈസിലി നമുക്ക് ഓർക്കാം. ദ പ്രോസസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സോൾവെന്റ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ സോലിബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനിയുള്ളത് കളക്ഷൻ, അതായത് അഞ്ചാമത്തെ പ്രോസസ്സാണ് കളക്ഷൻ ഓഫ് ദ പെർക്കുലേറ്റ്. നമുക്ക് കിട്ടിയ പെർക്കുലേറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണുള്ളത്. സോ ദ എക്സ്ട്രാക്ട് ഈസ് കളക്ടഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പെർക്കുലേറ്റ്. പെർക്കുലേറ്ററിന്റെ ആ ഒരു സിലിണ്ടറിക്കൽ ട്യൂബിന്റെ അണ്ടറിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് കളക്ട് ചെയ്തെടുക്കാം. ഇനി ദ പോസ്റ്റ് പ്രോസസിംഗ് ആണ്. പോസ്റ്റ് പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ചെയ്യണ പോലെ അത് എക്സ്ട്രാക്ട് ചെയ്ത് ബോട്ടത്തിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ആക്കുക. കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, അണ്ടർഗോ ഫർദർ പ്രോസസിംഗ് സച്ച് ആസ് കോൺസെൻട്രേഷൻ, ഇവാപറേഷൻ, ഫിൽട്രേഷൻ അല്ലേ. അത് നന്നായിട്ട് നമ്മൾ ഇവാപറേറ്റ് ചെയ്യുക, അതുപോലെ ആ ഡ്രഗിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക, ഫിൽട്ടർ ചെയ്തെടുക്കുക. അങ്ങനത്തെ ഒക്കെ പോസ്റ്റ് പ്രോസസിംഗ്. കിട്ടിയ സാധനം ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുക, ഒന്നുകൂടി പ്യൂർ ആയിട്ട് സാധനം കിട്ടും. ഈ പ്യൂർ ആയിട്ട് സാധനം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഹീറ്റ് ചെയ്ത് ഇവാപറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റീക്രിസ്റ്റലൈസേഷൻ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ആ കിട്ടിയ പ്രൊഡക്റ്റിനെ ഒന്നും കൂടി പോസ്റ്റ് പ്രോസസിംഗ് മെത്തേഡ്സ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് പ്രോസസിംഗ് മെത്തേഡ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ അതെടുത്ത് പാക്ക് ചെയ്ത് വെച്ച് അത് നമ്മൾ ഡ്രഗ് എടുത്ത് പൊടിച്ച് അതിനുശേഷം പെർക്കുലേറ്ററിൽ പാക്ക് ചെയ്ത് പെർക്കുലേറ്റർ സോൾവെന്റ് ഒഴിച്ച് സ്യൂറ്റബിൾ സോൾവെന്റ് ഒഴിച്ചതിന് ശേഷം ഈ സോൾവെന്റ് സൈഡിൽ കൂടി വന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം നോക്കണമെന്ന് വെച്ചാൽ മോയിസ്ചർ ചെയ്യണം പറയുന്നത്. ഡ്രഗ് പാക്ക് എടുത്ത് നമ്മള് മോയിസ്ചർ ചെയ്തതിന് ശേഷം പെർക്കുലേറ്ററിന്റെ അതിലോട്ട് കറക്റ്റ് ഇതിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെള്ളമൊഴിച്ചപ്പോ എന്ത് ഈ സോൾവെന്റ് ഇതിൽ കൂടി ഇറങ്ങി വന്ന് സോളിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയൊക്കെ അത് എടുത്ത് താഴെ വന്ന് ബോട്ടത്തിൽ നമുക്ക് കിട്ടി. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, പോസ്റ്റ് പ്രോസസിംഗ് മെത്തേഡ്സ് അതൊക്കെ ചെയ്ത് നമ്മൾ സോൾവെന്റ് നമുക്ക് ആ എക്സ്ട്രാക്റ്റിൽ നമുക്ക് വേണ്ടുന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഇതാണ് പെർക്കുലേറ്റർ. ഈ ഒരു ഫിഗർ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്പും നമുക്ക് മനസ്സിലേക്ക് വരും. അതായത് ഈസി ആയിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പെർക്കുലേറ്റർ. ഈ പെർക്കുലേറ്ററിൽ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാക്ക് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഡ്രഗ് പെർക്കുലേറ്ററിന്റെ നടുക്കായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കും. അപ്പൊ ഇതിന്റെ പൊക്കത്ത് ഇവിടെ കൂടി നമ്മൾ വെള്ളം ഒഴിക്കും. ഇത് ഓപ്പൺ ആയിട്ട് കിടക്കണം. ഇതിന്റെ മുകളിൽ കൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ട്യൂബ് സ്റ്റാൻഡ് ഇരിക്കാനായിട്ട് സങ്കല്പിക്കുക. നമ്മൾ ഇതിന്റെ മുകളിൽ കൂടി വെള്ളിക്കും. ഈ നമ്മൾ സോൾവെന്റ് എടുക്കുന്ന സോൾവെന്റ് നമ്മൾ എന്താ പറയുന്നത്, മെൻസ്ട്രും എക്സ്ട്രാക്ടിന് വേണ്ടി എടുക്കുന്ന സോൾവെന്റ് അതായിരിക്കും ഇവിടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡ്രഗ് നമ്മളിങ്ങനെ തിക്കായിട്ട് ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കും. മോയിസ്ചറിന്റെ ഡ്രഗ് ആയിരിക്കും ഇത്. നമ്മൾ എന്താ ആദ്യം പ്രിപ്പയർ ചെയ്ത് പറഞ്ഞല്ലേ, ഡ്രഗ് നമ്മൾ ഒന്ന് സോക്ക് ചെയ്ത് മോയിസ്ചർ ചെയ്ത് എടുക്കണം. ഒന്ന് പോറൊക്കെ ഓപ്പൺ ചെയ്യാൻ, സെൽവോളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോയിസ്ചർ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ മോയിസ്ചറിന്റെ ഡ്രഗ് ഈ പെർക്കുലേറ്ററിന്റെ ഇവിടെ നമ്മള് പാക്ക് ചെയ്ത് വെച്ചു. ഇതിന്റെ അണ്ടറിൽ വരുന്നത് ഇത് കോട്ടൺ വൂളാണ്. കോട്ടൺ വൂളിന്റെ അടിയിൽ ഒരു പെർഫോറേറ്റഡ് ഡിസ്ക് ഉണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു, നമ്മൾ മെൻസ്ട്രം ഇതിൽ കൂടി ആഡ് ചെയ്ത് ഈ മെൻസ്ട്രം ഉള്ളത് ഫിൽട്ടർ പേപ്പറാണ്. ഇത് ഫിൽട്ടർ പേപ്പർ. ഈ ഫിൽട്ടർ പേപ്പറിൽ കൂടി അതിന്റെ പോർസിൽ കൂടി മെല്ലെ എന്ത് ചെയ്യും, ഈ മെൻസ്ട്രം ഇതിന്റെ അകത്തേക്ക് വീഴും. പയ്യെ പോർസിന് ഫിൽട്ടർ പേപ്പറിന്റെ പോർസിന്റെ ഇടയിൽ കൂടി ഈ മെൻസ്ട്രം നമ്മുടെ ഈ മോയിസ്ചറിന്റെ ഡ്രഗിലോട്ട് എത്തും. ഡ്രഗിന്റെ ഒക്കെ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഈ വന്ന സോൾവെന്റിനെ വെൽക്കം ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഈ സോൾവെന്റ് ഇതിന്റെ ഇടയിൽ കൂടി എന്ത് പാസ് ചെയ്യും. ഇതിന്റെ ഇടയിൽ കൂടി ഡ്രഗിന്റെ ഇടയിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സെൽ വോൾസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഇവിടെ ഉള്ളിൽ ഇപ്പൊ ഇതാണ് നമ്മുടെ സെൽ എന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഈ ഡ്രഗ് ഈ പോർസിൽ കൂടി സോൾവെന്റ് ഈസിലി പാസ് ചെയ്തതിൽ നമുക്ക് വേണ്ട കോൺസ്റ്റന്റ്സ് ആണെങ്കിൽ ഇതിന്റെ ഒപ്പം ഡിസോൾവ് ചെയ്തിട്ട് ഇപ്പുറത്ത് കൂടി എന്ത് ചെയ്യുക, സുഖമായിട്ട് ഇറങ്ങിപ്പോ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമ്മൾ കോട്ടൺ ബോൾ വെച്ചിട്ടുണ്ട് അല്ലെ, ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞ് കോട്ടൺ ബോൾ പെർഫോറേറ്റഡ് ഡിസ്കും വെച്ചിട്ടുണ്ട്. ഈ കോട്ടൺ ബോളിൽ കൂടി പാസ് ചെയ്ത് പെർഫോറേറ്റഡ് ഡിസ്ക് ഉണ്ട്. അത് നമ്മൾ വീണ്ടും അരിച്ചെടുക്കുന്ന ഡ്രഗ് ഇവിടെ തന്നെ നമ്മൾ ഒന്നും കൂടി അതിന് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. പെർഫോറേറ്റഡ് ഡിസ്ക് വഴി അതെന്ത് ചെയ്യാം, ഇവിടെ വന്ന് കിടക്കും അല്ലെ. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മുടെ ആ ഒരു സാധനം വന്നിട്ട് ഈ ഒരു ഭാഗത്ത് കിടക്കും. ഇത് കിടന്ന് വേണമെങ്കിൽ 2 ദിവസം നമ്മൾ ചിലപ്പോൾ നിർത്തും, അല്ലെങ്കിൽ നമ്മൾ അത് എടുക്കും. ഇത് വന്ന് ഈ ഒരു ഭാഗം, ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസൻ ചെയ്ത് അല്ലെങ്കിൽ സ്പൂ മാറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത ഡ്രഗ് എന്ത് ചെയ്യും, തുള്ളിയായിട്ട് ഇവിടെ ഈ ഒരു ബോട്ടംസിലെ ഫ്ലാസ്കിലോട്ട് വീഴും. അതാണ് നമ്മുടെ
പെർക്കുലേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ കൂടി ഇപ്പൊ ഓൾറെഡി കുറെ ഫ്ലൂയിഡ് വീണ് ഇവിടുത്തെ മെൻസ്ട്രൽ തീർന്നു വെച്ചു. ഇവിടെ മെൻസ്ട്രം കാലി ആയുമ്പോ നമ്മൾ എന്ത് വെച്ചാൽ ന്യൂ സോൾവെന്റ് ആഡ് ചെയ്യും. വീണ്ടും എക്സ്ട്രാക്ഷൻ ഇനിയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു ബോധമുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ വീണ്ടും മെൻസ്ട്രം ആഡ് ചെയ്ത് വീണ്ടും ഇവിടെ എന്ത് ചെയ്യും, പുതിയ മെൻസ്ട്രം വെക്കുക. അതാണ് എപ്പോഴും ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള സോൾവെന്റ് എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും ആഡ് ചെയ്ത് വീണ്ടും ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ കൊടുക്കുക. പുതിയ സോൾവെന്റ് വീണ്ടും ഇറങ്ങുമ്പോൾ ഇനി ആദ്യം കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും, വീണ്ടും ഈ സോൾവെന്റിലോട്ട് വീണ്ടും സോലബിലൈസ് ആയിട്ട് വീണ്ടും വന്ന് ഇതിൽ കൂടി പെർഫോറേറ്റഡ് ഡിസ്കിൽ കൂടി ഇവിടെ വന്നിടക്കും നമ്മൾ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ചേംബറിലോട്ട് കിട്ടും. ഇതാണ് നമ്മുടെ പെർക്കുലേഷൻ പ്രോസസ്സ്. അതായത് മാസറേഷനേക്കാൾ ഒരുപാട് മുമ്പിലാണ്, കുറച്ചും കൂടി എളുപ്പത്തിലും അതുപോലെ ഒരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷനും കൂടിയാണ് പെർക്കുലേഷൻ. ഇനി അടുത്ത ട്രഡീഷണൽ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ആണ് സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട എക്സ്ട്രാക്ഷനിൽ നിന്ന് നമ്മൾ സോൾവെന്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അല്ലെ. പെർക്കുലേഷനിൽ സോൾവെന്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു, അതിന്റെ ഡ്രഗ്സിന്റെ ഇടയിൽ കൂടി പോകുന്നു, വീണ്ടും സോൾവെന്റ് ഒഴിക്കും. അപ്പൊ നമ്മളിവിടെ സോൾവെന്റ് യൂട്ടിലൈസേഷൻ ഭയങ്കര കൂടുതലാണ്. നമ്മൾ കുറെ സോൾവെന്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത് എക്സ്ട്രാ നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ അതൊരു വേസ്റ്റേജ് ആയിട്ട് വരുന്നുണ്ട്. സോ സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ വേസ്റ്റേജിനെ തടയാനാണ്. അതായത് സോൾവെന്റ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണില്ല. ആദ്യം എത്ര എമൗണ്ട് ഓഫ് സോൾവെന്റ് ആണ് കൊടുത്തേ, ആ സോൾവെന്റ് വീണ്ടും കണ്ടൻസേഷൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടൻസേഷൻ പോയിട്ട് വീണ്ടും അത് വന്ന് വീണ്ടും സോൾവെന്റ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. പെർക്കുലേഷനേക്കാളും കുറച്ചും കൂടി ബെറ്റർ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ആണ് സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. സോക്സ്ലെറ്റ് എന്ന് വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ആണ് ദാറ്റ് ഫോർ എക്സ്ട്രാക്ടിംഗ് ദ സ്പെസിഫിക് കോമ്പൗണ്ട് ഫ്രം സോളിഡ് മെറ്റീരിയൽ. നേരത്തെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ സോളിഡ് മെറ്റീരിയലിന് സ്പെസിഫിക് കോമ്പൗണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടെക്നിക് ആണ് സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതില് എന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഫ്രം സോളിഡ് മെറ്റീരിയൽ യൂസിങ് സോൾവെന്റ് ആണ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി എഫക്റ്റീവ് വെൻ ഡിസൈർഡ് കോമ്പൗണ്ട് ഹാസ് ലിമിറ്റഡ് സോളിബിലിറ്റി ഇൻ ദ സോൾവെന്റ് അല്ലെ. ഡിസൈർഡ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് സോൾവെന്റിൽ സോലിബിലിറ്റി ആവാൻ പാടില്ല. മറ്റേതിൽ എങ്ങനെയായിരുന്നു, പെർക്കുലേഷനിൽ ഭയങ്കര സോലിബിലിറ്റി ഉണ്ടെങ്കിൽ എളുപ്പം എക്സ്ട്രാക്ഷൻ നടക്കുന്നു. ഇവിടെ എന്ന് വെച്ചാൽ സോലിബിലിറ്റി അധികം ആവുമ്പോൾ സോലിബിലിറ്റി കുറവായിരിക്കണം. ഡിസൈർഡ് കോമ്പൗണ്ട് ഹാസ് ലിമിറ്റഡ് സോളിബിലിറ്റി ഇൻ സോൾവെന്റ് ഓർ സോളിഡ് കണ്ടെയ്ൻസിങ് മിശ്ര കോമ്പൗണ്ട്സ് വിത്ത് ഡിഫറെന്റ് സോളിബിലിറ്റീസ്. ഈ സോളിഡിന് പല സോളിബിലിറ്റീസ് ഉള്ള കോമ്പൗണ്ട്സ്, അതായത് നമ്മുടെ എക്സ്ട്രാക്റ്റിന് കുറെ ടൈപ്സ് ഓഫ് മിക്സ്ചർ ഉണ്ടാവും. ഒരു മിക്സ്ചർ വേറെ സോലിബിൾ ആയിരിക്കും, മറ്റേ മിക്സ്ചർ വേറെ ടൈപ്പിലേക്ക് സോലിബിൾ, കുറച്ച് നന്നായിട്ട് സോലിബിൾ ആവും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോലിബിലിറ്റീസ് അല്ലെങ്കിൽ സോലിബിലിറ്റീസിൽ ഡിഫറൻസ് ഉള്ള കോമ്പൗണ്ട്സ് ഉള്ള ഡ്രഗ് എടുക്കുക. അതെല്ലാം ഉണ്ടെങ്കിൽ മിനിമം ഒരു പരിധിയിലപ്പുറം സോലിബിലിറ്റി കാണിക്കാത്ത ഒരു ലിമിറ്റഡ് സോലിബിലിറ്റി കാണിക്കുന്ന ഡ്രഗ് ആയിരിക്കണമെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ് ആണെങ്കിൽ നമ്മൾ സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ വഴിയായി നമുക്ക് ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് എക്സ്ട്രാക്ഷൻ ആൻഡ് കണ്ടൻസേഷൻ ആണ് പ്രിൻസിപ്പിൾ. അതായത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത സോൾവെന്റ് വീണ്ടും കണ്ടൻസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുക. അപ്പൊ റിപ്പീറ്റഡ് എക്സ്ട്രാക്ഷൻ ആൻഡ് കണ്ടൻസേഷൻ ആണ്. സോൾവെന്റ് ഡിസോൾവ്സ് ദ ഡിസൈർഡ് കോമ്പൗണ്ട് ഫ്രം ദ സോളിഡ് മെട്രിക്സ്. സോളിഡ് മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സോൾവെന്റ് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ട് ആ സോളിഡ് മെട്രിക്സിനെ ഡിസോൾവ് ചെയ്യും. And this process is repeated multiple times to ensure the complete extraction. ഈ പ്രോസസ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് എക്സ്ട്രാക്ഷൻ എൻഷുർ ചെയ്യും. The solvent is continuously recycled, minimizing its usage. അതായത് നമ്മൾ അതിന്റെ യൂസേജ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോൾവെന്റ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യും, റീസൈക്കിൾ ചെയ്യും. ഇനി അടുത്ത ട്രഡീഷണൽ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ആണ് സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട എക്സ്ട്രാക്ഷനിൽ നിന്ന് നമ്മൾ സോൾവെന്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അല്ലെ. പെർക്കുലേഷനിൽ സോൾവെന്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു, അതിന്റെ ഡ്രഗ്സിന്റെ ഇടയിൽ കൂടി പോകുന്നു, വീണ്ടും സോൾവെന്റ് ഒഴിക്കും. അപ്പൊ നമ്മളിവിടെ സോൾവെന്റ് യൂട്ടിലൈസേഷൻ ഭയങ്കര കൂടുതലാണ്. നമ്മൾ കുറെ സോൾവെന്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത് എന്താണ് എക്സ്ട്രാ നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ അതൊരു വേസ്റ്റേജ് ആയിട്ട് വരുന്നുണ്ട്. സോ സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ വേസ്റ്റേജിനെ തടയാനാണ്. അതായത് സോൾവെന്റ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണില്ല. ആദ്യം എത്ര എമൗണ്ട് ഓഫ് സോൾവെന്റ് ആണ് കൊടുത്തേ, ആ സോൾവെന്റ് വീണ്ടും
വീണ്ടും കണ്ടൻസേഷൻ, റിപ്പീറ്റഡ് ആയിട്ട് കണ്ടൻസേഷൻ പോയിട്ട് വീണ്ടും അത് വന്ന് വീണ്ടും അത് സോൾവെന്റ് ആയി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. പെർക്കുലേഷനേക്കാളും കുറച്ചും കൂടി ബെറ്റർ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ആണ് സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. സോക്സ്ലെറ്റ് എന്ന് പറഞ്ഞാൽ വൈഡ്ലി യൂസ്ഡ് ടെക്നിക്കാണ് ദാറ്റ് ഫോർ എക്സ്ട്രാക്ടിങ് ദ സ്പെസിഫിക് കോമ്പൗണ്ട് ഫ്രം സോളിഡ് മെറ്റീരിയൽ. നേരത്തെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ സോളിഡ് മെറ്റീരിയലിന് സ്പെസിഫിക് കോമ്പൗണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതില് എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം സോളിഡ് മെറ്റീരിയൽ യൂസിങ് സോൾവെന്റ് ആണ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി എഫക്റ്റീവ് വെൻ ഡിസൈർഡ് കോമ്പൗണ്ട് ഹാസ് ലിമിറ്റഡ് സോളിബിലിറ്റി ഇൻ ദ സോൾവെന്റ് അല്ലെ. ഡിസൈർഡ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് സോൾവെന്റിൽ സോലിബിലിറ്റി ആവാൻ പാടില്ല. മറ്റേതിൽ എങ്ങനെയായിരുന്നു, പെർക്കുലേഷനിൽ ഭയങ്കര സോലിബിലിറ്റി ഉണ്ടെങ്കിൽ എളുപ്പം എക്സ്ട്രാക്ഷൻ നടക്കുന്നു. ഇവിടെ എന്ന് വെച്ചാൽ സോലിബിലിറ്റി അധികം ആവുമ്പോൾ സോലിബിലിറ്റി കുറവായിരിക്കണം. ഡിസൈർഡ് കോമ്പൗണ്ട് ഹാസ് ലിമിറ്റഡ് സോളിബിലിറ്റി ഇൻ സോൾവെന്റ് ഓർ സോളിഡ് കണ്ടെയ്ൻസ് എ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ഡിഫറെന്റ് സോളിബിലിറ്റീസ്. ഈ സോളിഡിന് പല പല സോളിബിലിറ്റീസ് ഉള്ള കോമ്പൗണ്ട്സ്, അതായത് നമ്മുടെ എക്സ്ട്രാക്റ്റിന് കുറെ ടൈപ്സ് ഓഫ് മിക്സ്ചർ ഉണ്ടാവും. ഒരു മിക്സ്ചർ വേറെ സോലിബിൾ ആയിരിക്കും, മറ്റേ മിക്സ്ചർ വേറെ ടൈപ്പിലേക്ക് സോലിബിൾ, കുറച്ച് നന്നായിട്ട് സോലിബിൾ ആവും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോലിബിലിറ്റീസ് അല്ലെങ്കിൽ സോലിബിലിറ്റീസിൽ ഡിഫറൻസ് ഉള്ള കോമ്പൗണ്ട്സ് ഉള്ള ഡ്രഗ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു പരിധിയിലപ്പുറം സോലിബിലിറ്റി കാണിക്കാത്ത, ഒരു ലിമിറ്റഡ് സോലിബിലിറ്റി കാണിക്കുന്ന ഡ്രഗ് ആയിരിക്കണമെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ് ആണെങ്കിൽ നമ്മൾ സോക്സ്ലെറ്റ് എക്സ്ട്രാക്ഷൻ വഴിയാണെങ്കിൽ നമുക്ക് ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് എക്സ്ട്രാക്ഷൻ ആൻഡ് കണ്ടൻസേഷൻ ആണ് പ്രിൻസിപ്പിൾ. അതായത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത സോൾവെന്റ് വീണ്ടും കണ്ടൻസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുക. അപ്പൊ റിപ്പീറ്റഡ് എക്സ്ട്രാക്ഷൻ ആൻഡ് കണ്ടൻസേഷൻ ആണ്. സോൾവെന്റ് ഡിസോൾവ്സ് എ ഡിസൈർഡ് കോമ്പൗണ്ട് ഫ്രം ദ സോളിഡ് മെട്രിക്സ്. സോളിഡ് മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സോൾവെന്റ് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ട് ആ സോളിഡ് മെട്രിക്സിനെ ഡിസോൾവ് ചെയ്യും. And this process is repeated multiple times to ensure the complete extraction. ഈ പ്രോസസ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് എക്സ്ട്രാക്ഷൻ എൻഷുർ ചെയ്യും. The solvent is continuously recycled, minimizing its usage. അതായത് നമ്മൾ അതിന്റെ യൂസേജ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോൾവെന്റ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യും, റീസൈക്കിൾ ചെയ്യും. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാം. അതായത് എന്താണ് റിപ്പീറ്റഡ് എക്സ്ട്രാക്ഷൻ ആൻഡ് കണ്ടൻസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ. സോൾവെന്റ് ഡിസോൾവ്സ് എ ഡിസൈർഡ് കോമ്പൗണ്ട്. സോൾവെന്റ് നമ്മൾ ഒഴിക്കുമ്പോൾ ഡിസൈർഡ് കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്യും ഫ്രം ദ സോളിഡ് മാട്രിക്സ്. ആൻഡ് ദിസ് പ്രോസസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഇതാണ് പ്രോസസ്സ്. സോൾവെന്റ് സൊല്യൂട്ടിന് നമ്മൾ ആവശ്യമുള്ള കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഡിസൈർഡ് കോമ്പൗണ്ട്സിനെ ഡിസോൾവ് ചെയ്യുന്നു. ഇത് എന്ത് ചെയ്യും, ദിസ് പ്രോസസ് ഇസ് റിപ്പീറ്റഡ് കണ്ടിന്യൂസ് ടൈംസ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് ദ കംപ്ലീറ്റ് എക്സ്ട്രാക്ഷൻ, അതായത് കംപ്ലീറ്റ് എക്സ്ട്രാക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ദ സോൾവെന്റ് ഈസ് കണ്ടിന്യൂസ്ലി റീസൈക്കിൾഡ്, മിനിമൈസിങ് ഇറ്റ്സ് യൂസേജ്. ഈ സോൾവെന്റ് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, എന്നിട്ട് അതിന്റെ യൂസേജ് മിനിമൈസ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്സ് ജസ്റ്റ് ഷോർട്ട് ആയിട്ടാണ് എഴുതിയേക്കുന്നത്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രൂഡ് ഡ്രഗ് എടുക്കുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, അത് എന്നിട്ട് എന്ത് ചെയ്യുക, പൗഡർ ചെയ്യുക. ദ ഡ്രഗ് ഈസ് പൗഡേർഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡ്രഗ് എടുത്തിട്ട് ഒന്ന് പൗഡർ ചെയ്യുക. പൗഡർ ചെയ്തിട്ട് അസംബ്ലി ഓഫ് അപ്പാരറ്റസ്, അതായത് അപ്പാരറ്റസ് സെറ്റ് ചെയ്യുക. അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോക്സ്ലെറ്റ് അപ്പാരറ്റസ്. ഇതാണ് ഈ സോക്സ്ലെറ്റ് അപ്പാരറ്റസ്. ആ സോക്സ്ലെറ്റ് അപ്പാരറ്റസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അസംബ്ലി ഓഫ് അപ്പാരറ്റസ്. നെക്സ്റ്റ് ഒന്ന് ഹീറ്റിംഗ് ആണ്. ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ് മോളിക്യൂൾ നമ്മളൊരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറിൽ അപ്പാരറ്റസിൽ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ അടിയിൽ സോൾവെന്റ് ഉണ്ട്. ഈ സോൾവെന്റിന് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. സോൾവെന്റ് ഈസ് ഹീറ്റഡ് അല്ലെങ്കിൽ ദ മെൻസ്ട്രം ഈസ് ഹീറ്റഡ്. അതാണ് നമ്മളിവിടെ ഹീറ്റിംഗ് പ്രോസസ് എടുക്കുന്നത്. ഈ ഹീറ്റഡ് ആയിട്ടുള്ള സോൾവെന്റ് പിന്നെ എന്ത് ചെയ്യും, കണ്ടൻസേഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്യും. കണ്ടൻസേഷൻ എന്താണ്? നമ്മൾ ഇവിടെ ഈ സോൾവെന്റ് ഹീറ്റ് ചെയ്ത് ഈ സോൾവെന്റ് ഈ ഒരു ട്യൂബിൽ കൂടി പാസ് ചെയ്ത് കണ്ടൻസറിൽ ചെന്നെത്തും. ദ കണ്ടൻസേഷൻ ടേക്സ് പ്ലേസ് ഇൻ സച്ച് ദാറ്റ് ദ ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സോൾവെന്റ് ഹീറ്റ് ചെയ്ത് ഇവാപ്പറേറ്റർ ഉള്ള സോൾവെന്റ് ദാറ്റ് കൺവേർട്ടഡ് ഇൻ ടു സോൾവെന്റ് ആയിട്ട് മാറും അല്ലെ. ഇവാപ്പറേറ്റർ ആയിട്ടുള്ള ആ ഗ്യാസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, സോൾവെന്റ്. അതാണ് കണ്ടൻസേഷൻ പ്രോസസ്. ഗ്യാസ് എന്ത് ചെയ്യുക, സോൾവെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ആവുക. അതേപോലെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വേപ്പേഴ്സ്, അതായത് നമ്മൾ ഇവിടെ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് ഉണ്ട്, ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ
ഹീറ്റ് കൊടുക്കുന്നു വെച്ചു. ഇവിടെ നമ്മളിങ്ങനെ ഹീറ്റ് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സോൾവെന്റ് എന്ത് പറ്റും, സോൾവെന്റ് ഇവാപ്പറേറ്റ് ആവും അല്ലെ. ഈ സോൾവെന്റ് ഇവാപ്പറേറ്റ് ആയിട്ട് ഇതിൽ കൂടി അതിങ്ങനെ പാസ് ചെയ്ത് ഈ ട്യൂബിൽ കൂടി പോയിട്ട് ഇവിടെ നമ്മുടെ കണ്ടൻസറിൽ എത്തും. കണ്ടൻസറിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഞാൻ കോൾഡ് വാട്ടർ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും കണ്ടൻസറിൽ. അപ്പൊ ഈ കോൾഡ് വാട്ടറിന്റെ ഇതിൽ എഫക്റ്റ് കൊണ്ടിട്ട് ഈ വേപ്പേഴ്സ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. ഈ വേപ്പേഴ്സ് ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിന്റെ അകത്തോട്ട് വരും. അപ്പൊ ഇവിടെ തിമ്പിളിൽ ഇതെന്താണ്, ഇതിന്റെ അകത്ത് നമ്മൾ ഡ്രഗ് ആണ് വെച്ചേക്കുന്നത്. അതായത് പ്ലാൻ മെറ്റീരിയൽ ക്രഷ് ചെയ്ത് പൗഡർ ചെയ്ത് ഈ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോയി നമ്മൾ വെച്ചേക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ സോൾവെന്റ് എങ്ങോട്ട് വീഴും, ഈ നമ്മുടെ ഡ്രഗിലേക്ക് പാസ് ചെയ്ത് വീഴും. അപ്പൊ അതിനുശേഷം നമ്മൾ അതാണ് കണ്ടൻസേഷൻ. നമ്മൾ കണ്ടൻസേഷൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ വരുന്നത്, എക്സ്ട്രാക്ഷൻ അല്ലെ. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സോൾവെന്റ് നമ്മുടെ ഡ്രഗിൽ കൂടി പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് പാസ് ചെയ്ത് അവിടെ മാസറേഷൻ പ്രോസസ് നടക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ സോൾവെന്റ് ഇവിടെ ഡ്രഗിൽ കയറി ഇതിങ്ങനെ നിറയും. അതായത് ഇങ്ങനെ വേപ്പേഴ്സ് എന്ത് ചെയ്യും, ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറിലോട്ട് വീണിട്ട് ഈ തിമ്പിൾ ലൈക്ക് ഇത് ചെറിയൊരു ട്യൂബാണ്. അപ്പൊ ഈ ട്യൂബ് നിറഞ്ഞിട്ട് ഇതിൽ കൂടി ഇങ്ങനെ ഒഴുകും. നിറഞ്ഞൊഴുകുമ്പോ ഇതാണ് ഒഴുകി വീണ വെള്ളം എന്ന് വിചാരിക്കും. ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് ഒഴുകി വീണ വെള്ളം. അപ്പൊ ഇത് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി ഇവിടെ വന്ന് കിടക്കാം. അപ്പൊ ഈ ഇത് വന്ന് വേപ്പറൈസ് ആയി, വേപ്പേഴ്സ് വന്ന് അത് ലിക്വിഡായി കൺവേർട്ട് ചെയ്ത് തിമ്പിൾ സ്ട്രക്ചറിലോട്ട്. ഈ തിമ്പിളിൽ എന്ത് ഇരിപ്പുണ്ട്, നമ്മുടെ ഡ്രഗ് ഇരിപ്പുണ്ട്. ഈ ഡ്രഗിലോട്ടായിരിക്കും എന്ത് വന്ന് വീഴണത്, സോൾവെന്റ് വന്ന് വീഴണത്. ഈ സോൾവെന്റ് വന്ന് വീഴുമ്പോൾ ഡ്രഗിന്റെ ഉള്ളിൽ കോൺസ്റ്റുവൻസിനായിട്ട് എന്ത് ചെയ്യും, സോലുബിളൈസ് ആവും. ഡ്രഗിന്റെ ഉള്ളിൽ നമ്മൾ കോൺസ്റ്റുവൻസ് ഉണ്ടാവും. ഡിസൈഡ് കോൺസ്റ്റുവൻസിന് നമ്മൾ സോലുബിളൈസ് ആവും. ഈ സോലുബിളൈസ് ആയിട്ട് ഇത് നിറയും. ഇത് നിറഞ്ഞിട്ട് ഈ കോൺസ്റ്റുവൻസ് ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുക, ഈ സോൾവെന്റ് ഇവിടെ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വന്ന് കിടക്കും. ഈ നിറഞ്ഞ് ബാക്കി വന്നത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഈ ചേമ്പറിലോട്ട് അല്ലെങ്കിൽ ഈ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിലോട്ട് വീണ്ടും നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. അതായത് ഇത് നിറഞ്ഞ് ഇവിടെ വന്ന് ഒഴുകി വീണ് നമ്മൾ വീണ്ടും അതിനെന്ത് ചെയ്യും, ഈ ഫ്ലാസ്കിലോട്ട് കൊണ്ടുവന്ന് ഈ ട്യൂബ് വഴി എന്നിട്ട് വീണ്ടും ഇത് നമ്മൾ ഹീറ്റ് കൊടുക്കുക. അപ്പൊ ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. എക്സ്ട്രാക്ഷൻ കഴിഞ്ഞാൽ റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സെയിം സൈക്കിൾ, ഇതൊരു സൈക്കിൾ പ്രോസസ് അല്ലേ. ആദ്യം നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്തപ്പോ ഈ വേപ്പേഴ്സ് വന്നു. ഈ വേപ്പേഴ്സ് വന്നിട്ട് കണ്ടൻസറിൽ പോയിട്ട് കണ്ടൻസേഷൻ നടന്നു. ഈ കണ്ടൻസേഷൻ നടന്ന് ഈ ലിക്വിഡ് എന്തായിട്ട് ഈ തിമ്പിളിലോട്ട് ഒന്നല്ലേ ഡ്രഗിലോട്ട് വീഴും. ഈ ഡ്രഗ് ചെയ്ത് എന്ത് ചെയ്യും, ഇത് ഓവർഫ്ലോ ചെയ്ത് അതായത് ഇങ്ങനെ പൊങ്ങി ഇവിടെ വന്ന് കിടക്കും. ഈ വന്ന് കിടക്കുന്ന ബാക്കിയുള്ള സോളിനെ വീണ്ടും എന്ത് ചെയ്യും, റീസൈക്കിൾ ചെയ്ത് തിരിച്ച് നമ്മുടെ ആ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിലോട്ട് വീണ്ടും ചെന്ന് വീഴണ. അത് വീണ്ടും ഇതേ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡ്രഗ് നല്ല സോലുബിൾ ആണെങ്കിൽ വീണ്ടും വേപ്പേഴ്സ് ആയിട്ട് പിന്നെയും പോകും. അപ്പൊ സോലുബിലിറ്റി അത്ര ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രഗ് എവിടെ വന്ന് കിടക്കും, നമ്മുടെ എക്സ്ട്രാക്ട് ആയിട്ടുള്ള കോമ്പോണൻസ് എവിടെ വന്ന് നടക്കും, താഴെ വന്ന് നടക്കും. അതാണ് നമ്മൾ ഇവിടെ ഡെഫിനിഷനിൽ പറഞ്ഞത് അല്ലെ. ലിമിറ്റഡ് സോലബിലിറ്റി ഇൻ ദ സോൾവെന്റ് ലിമിറ്റഡ് സോലബിലിറ്റി ആണെങ്കിൽ ഇവിടെ നിന്ന് സോലിബിൾ ആയി വന്ന ഡ്രഗ് അല്ലെങ്കിൽ കോൺസ്റ്റുവൻസ് ഇവിടെ വന്നിട്ട് വീണ്ടും സോലിബിൾ ആവില്ല. അത് ലിമിറ്റഡ് ആയിട്ടുള്ള സോലബിലിറ്റിയാണ്. അപ്പൊ വീണ്ടും വേപ്പർ ആവുമ്പോൾ അത് സോലിബിൾ ആയിട്ട് അതിന്റെ ഡ്രഗ് സോലിബിൾ ആയിട്ട് പോണില്ല. ഡ്രഗ് ഇവിടെ കിടക്കും, ഇത് വീണ്ടും പോകും. നെക്സ്റ്റ് വന്ന് പോസ്റ്റ് പ്രോസസിങ് എന്തൊക്കെയാണ്, ഇവാപ്പറേഷൻ, ഫിൽട്രേഷൻ. ഇതിന്റെ അകത്ത് ഫിൽട്രേഷൻ ഒന്നും അധികം വേണ്ടി വരില്ല. കാരണം നമുക്ക് കിട്ടുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിലായിരിക്കും കിട്ടുക. വീണ്ടും കണ്ടൻസ് ചെയ്ത് കുറച്ചും കൂടി പ്യുവർ ആയിട്ടുള്ള ഒരു ഫോമിലായിരിക്കും ഈ പ്രോസസ്സ് കിട്ടുക. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. അതായത് നമ്മൾ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് എടുത്ത് വേപ്പേഴ്സ് വന്ന് കണ്ടൻസറിൽ പോയി കൂളായിട്ട് ലിക്വിഡായി ആ ലിക്വിഡ് വന്നിട്ട് ഇവിടെ വന്ന് തിമ്പിളിലേക്ക് സ്ട്രക്ചറിലോട്ട് വന്ന് വീണ് ഈ ഡ്രഗിൽ വന്ന് മിക്സ് ആയി എന്നിട്ട് ഈ ഡ്രഗിനെയും ക്യാരി ചെയ്തിട്ട് ഈ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിലോട്ട് വീണ്ടും വന്ന് കിടക്കും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കുർക്കുമിനാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കുർക്കുമിൻ ഡ്രഗ് നമ്മൾ അതിനെ ആ പ്ലാൻ പാർട്ട് ഇവിടെ വന്ന് ക്രഷ് ചെയ്ത് ഇതിന്റെ അകത്ത് ഇട്ടേക്കാനാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് എഥനോൾ എടുക്കുമ്പോൾ ഈ എഥനോൾ വേപ്പറൈസ് ചെയ്ത് വേപ്പേഴ്സ് ആയിട്ട് ഈ എഥനോൾ വേപ്പേഴ്സ് കൺവേർട്ട് ചെയ്തിട്ട് ലിക്വിഡ് ഫോം അല്ലെ. ഈ ലിക്വിഡ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഈ കുർക്കുമിൻ ഡ്രഗിന്റെ അകത്തേക്ക് വീഴും. ആ അകത്ത് വീണത് വീണ്ടും എന്താ ഓവർഫ്ലോ ചെയ്ത് വരുന്ന ബാക്കിയുള്ള വീണ്ടും വന്ന് ഇതിന്റെ അകത്ത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ ഡ്രഗ് ആയിട്ട് കുർക്കുമിൻ ഡ്രഗ് ആയിട്ടായിരിക്കും അത് ഓവർഫ്ലോ ചെയ്യുക ആ കോൺസ്റ്റൻസ്. അപ്പൊ ഇവിടെ ബാക്കി ഇതെല്ലാം പോയി ലാസ്റ്റ് എന്ത് ചെയ്യും, ഇച്ചിരി ഭാഗം മാത്രം കിടക്കും. അതെന്താണ് നമ്മുടെ ചണ്ടി എന്നൊക്കെ പറയും അല്ലെ. അത് ഡ്രഗ് ഒക്കെ ഫുൾ എക്സ്ട്രാക്ട് ചെയ്ത് ആ ബാക്കി ലീവ്സിൽ ഒന്നുമില്ല ഇനി അതിന്റെ അകത്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ട്. അപ്പൊ ഈ സംഭവം നമ്മുടെ മാർക്ക്
സോളിഡ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ദി എക്സ്ട്രാക്ഷൻ അത് ഇവിടെ വന്ന് കിടക്കും. നമ്മുടെ സോൾവെന്റിൽ എക്സ്ട്രാക്ട് ആയിട്ട് വന്ന് കിടക്കുന്നത് ഇതായിരിക്കും. ഇത് നമ്മൾ എടുത്തിട്ട് പോസ്റ്റ് പ്രോസസ്സിംഗിലായിട്ട് കൊണ്ടുപോകും. അതായത് ഇവാപ്പറേഷൻ ചെയ്ത് വീണ്ടും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഡ്രഗ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഇതാണ് ഇതിന്റെ പ്രോസസ്. ഇപ്പൊ നമ്മള് പെർക്കുലേഷനും കഴിഞ്ഞ് മാസറേഷൻ, പെർക്കുലേഷൻ, പിന്നെ സോക്സിൽറ്റ് എക്സ്ട്രാക്ഷൻ ഇതൊക്കെ പഠിച്ചല്ലേ. ഇനി ചെറിയ ചെറിയ കുട്ടി കുട്ടി വാക്കുകളായിട്ട് പഠിക്കുക അല്ലെ. ചെറിയ ഡെഫിനിഷൻ ഫോമിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നില്ല. ഫസ്റ്റ് പ്രോസസ് എന്താണ്? ഇൻഫ്യൂഷൻ അല്ലെ. അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഇൻഫ്യൂഷൻ പ്രോസസ്. It is a method of extracting soluble components from the plant material by soaking them in a hot water. Hot waterൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഇട്ട് വെക്കുക. അതാണ് നമ്മുടെ ഈ ഇൻഫ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. Or cold water for a short period of time, commonly used to prepare herbal teas or medicinal preparation. ഇനി നമുക്ക് ഇപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ച് ട്രഡീഷണൽ മെത്തേഡിലുള്ള ഫസ്റ്റ് മാസറേഷൻ പഠിച്ച്, പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർക്കുലേഷൻ പഠിച്ച്, അതിലും ബെറ്റർ ആയിട്ടുള്ള സോക്സിൽറ്റ് എക്സ്ട്രാക്ഷനും പഠിച്ച്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഇൻഫ്യൂഷൻ മെത്തേഡ്. ഇൻഫ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നമ്മുടെ ആ ഒരു ഡ്രഗ് മെറ്റീരിയല് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുക. അത് കോൾഡ് വാട്ടർ ആവാം അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ആവാം. ആ ഒരു ഡ്രഗ് മെറ്റീരിയൽ സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഡ്രഗ് മെറ്റീരിയലിന് നമ്മൾ എന്ത് ചെയ്യുക? ആ മാസറേഷൻ പോലെ തന്നെയാണ് സോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കാന്നുള്ളത്. അതിപ്പോ മാസറേഷൻ നമ്മൾ എടുക്കുന്ന ഡിസൈഡ് സോൾവെന്റിലാണ്. ഇതെന്ന് വെച്ചാൽ ഹോട്ട് ആയിരിക്കും അല്ലെങ്കിൽ കോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ അല്ലെങ്കിൽ സോൾവെന്റ്. അത് ചൂടോ തണുപ്പായിരിക്കും. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഡ്രഗ് സോക്ക് ചെയ്ത് വെക്കുക. കുറെ കഴിയുമ്പോൾ നമ്മളത് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതാണ് ഇൻഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ടിങ് ദ സോല്യൂബിൾ കമ്പോണൻസ് ഫ്രം ദ പ്ലാന്റ് മെറ്റീരിയൽ. പ്ലാന്റ് മെറ്റീരിയലിൽ നിന്ന് സോല്യൂബിൾ ആയിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക ബൈ സോക്കിംഗ് ദം ഇൻ എ ഹോട്ട് വാട്ടർ ഓർ കോൾഡ് വാട്ടർ. അതിന് നമ്മൾ ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഇസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ. ഷോർട്ട് പീരീഡ് കുറച്ച് നേരത്തേക്ക് നമ്മൾ വെക്കുന്നുള്ളൂ. മാസറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ വെക്കും. ഇതിന് ഹോട്ട് വാട്ടറിലും കോൾഡ് വാട്ടറിലും കുറച്ച് നേരത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. ദിസ് ഇസ് കോമൺലി യൂസ്ഡ് ടു പ്രിപ്പയർ ഹെർബൽ ടീസ് ഓർ മെഡിസിനൽ പ്രിപ്പറേഷൻ. ചില ടീ ലീവ്സ് ഒക്കെ എടുത്തിട്ട് നമ്മള് എന്താണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ കുറച്ച് വെള്ളത്തിന്റെ കളർ വ്യത്യാസം വരും അല്ലെ. ചില വെള്ളമൊക്കെ ഒരു ഗ്രീനിഷ് കളറായിട്ടൊക്കെ മാറും. കാരണം എന്താ വെച്ചാൽ അതിന്റെ എക്സ്ട്രാക്ട് പുറത്ത് വന്ന് ആ ഒരു ടീയില് അതിന്റെ ഫ്ലേവേഴ്സും കാര്യങ്ങളും നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും. ചില പുതിനയൊക്കെ ഇട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഒരു സ്മെല്ല് കിട്ടും. കാരണം വെച്ചാൽ അതിന്റെ എക്സ്ട്രാക്ട്സ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഹോട്ട് വാട്ടറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സോക്ക് ചെയ്ത് വെക്കുക. ഇറ്റ്സ് കോമൺലി യൂസ്ഡ് ടു പ്രിപ്പയർ ഹെർബൽ ടീസ് ഓർ മെഡിസിനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഡിക്കോഷൻ എന്ന് പറഞ്ഞത്. ഡിക്കോഷൻ എന്ന് പറയുമ്പോൾ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ടിങ് വാട്ടർ സോൾയുബിൾ ഹീറ്റ് സ്റ്റേബിൾ. വാട്ടർ സോൾയുബിൾ ആയിരിക്കും, ഹീറ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഹീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വാട്ടർ സോൾയുബിൾ ആയിരിക്കണം, പക്ഷെ ഹീറ്റിന് സ്റ്റേബിൾ ആയിരിക്കണം, നശിഞ്ഞു പോകാൻ പാടില്ല. ഇത് മോസ്റ്റ്ലി ടഫ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്സ് ആയിരിക്കും. അതായത് ഇപ്പൊ റൂട്ട്, സ്റ്റെം, ബാർക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര കട്ടിയുള്ള പ്ലാന്റ് പാർട്സ് നമ്മൾ എന്ത് ചെയ്യാം? ഒരു കുടത്തിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ടിങ് വാട്ടർ സോൾയുബിൾ ഹീറ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്സ്. അപ്പൊ ആ കോമ്പൗണ്ട്സ് നന്നായിട്ട് ചൂട് കൊടുക്കുമ്പോൾ ആ കോമ്പൗണ്ട്സ് നശിക്കാൻ പാടില്ല അല്ലെ. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും. അപ്പൊ അത് ഹീറ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഡിക്കോക്ഷൻ ചെയ്യുന്നത്. ഹീറ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്സ് from rough plant materials like root, bark or seed by boiling them in water. വാട്ടറിൽ നമ്മൾ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബോയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് നമ്മൾ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും ഈ വഴി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. mainly used to prepare extract rich in alkaloid tannins or glycosides. അതായത് മോസ്റ്റ്ലി ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഡിക്കോക്ഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് in order to extract the materials that are rich in alkaloids, glycosides, tannins. ഈ മെത്തേഡ് ഇതിലൊക്കെ റിച്ച് ആയിട്ടുള്ള എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു പാർട്സിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എക്സ്ട്രാക്ട് ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡ്, അതായത് ട്രഡീഷണൽ മെത്തേഡിലെ ലാസ്റ്റ് മെത്തേഡാണ് ഡൈജഷൻ മെത്തേഡ്. ഡൈജഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാക്ടിങ് ദ സോൾയുബിൾ കോമ്പൗണ്ട് ഫ്രം സോളിഡ് മെറ്റീരിയൽ ബൈ യൂസിങ് ദ സോൾവെന്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞാൽ ബോയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ബോയിൽ ചെയ്യണ്ട, ബോയിലിംഗിന് താഴെയുള്ള ടെമ്പറേച്ചർ. ഇപ്പൊ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 80
50-60 ആ ഒരു റേഞ്ചിലായിരിക്കും വാട്ടറിന് ഹീറ്റ് കൊടുക്കുക. അപ്പൊ തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ 50-60 100 എത്തൂല. ആ ഒരു റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വെള്ളം ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മുടെ ഡ്രഗ് ഇട്ട് കൊടുക്കുക. അതാണ് പറയുന്നത് എക്സ്ട്രാക്ടിങ്. എല്ലായിടത്തും ഒരൊറ്റ സിമ്പിൾ എക്സ്ട്രാക്ടിങ് സോൾബിൾ കോമ്പൗണ്ട്സ് ഫ്രം ദി സോളിഡ് മെറ്റീരിയൽ. ആ ഒരു കോമ്പൗണ്ട് സോൾബിൾ ആണ് കോമ്പൗണ്ട് സോളിഡ് മെറ്റീരിയൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു. എങ്ങനെ? ബൈ യൂസിങ് സോൾവെന്റ് അറ്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ. മോഡറേറ്റ് ടെമ്പറേച്ചറിലാണ് നമ്മളുടെ ഡൈജഷൻ നടത്തുന്നത്. ബിലോ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്രൊലോങ്ഡ് പീരിയഡ്. അത് കുറെ നേരത്തേക്കായിരിക്കും നമ്മൾ നടത്തുന്നത്. ഒരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 10 മണിക്കൂർ, അങ്ങനെ നല്ല പ്രൊലോങ്ഡ് പീരിയഡ്. പക്ഷെ ബോയിലിംഗ് പോയിന്റ് എത്തൂല. അതിന് താഴെയുള്ള ടെമ്പറേച്ചറിൽ, ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ ഡൈജഷൻ. അപ്പൊ ഇങ്ങനെ നോക്കാം, ഡൈജഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിൽ നടക്കുന്ന ഡൈജഷൻ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ, അല്ലാണ്ട് നമ്മൾ തീ കത്തിച്ചിട്ടല്ലല്ലോ ഊരിക്കണത് നമ്മൾ ഫുഡ് കഴിച്ചത്. അതേപോലെ നോക്കാം, ഡൈജഷൻ എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ടെമ്പറേച്ചറിൽ. ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോൾ കോൾഡ് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഡിക്കോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നന്നായിട്ട് നമ്മൾ ഹീറ്റ് കൊടുത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സംഭവമാണ് ഡിക്കോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് മാസറേഷൻ പറഞ്ഞ്, പിന്നെ പെർക്കുലേഷൻ പറഞ്ഞ്, സോക്സിസ് എക്സ്ട്രാക്ഷൻ പറഞ്ഞ്, അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ പറഞ്ഞ്, ഡിക്കോഷൻ പറഞ്ഞ്, ഡൈജഷൻ പറഞ്ഞ്. ഈ മെത്തേഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. ഇനിയാണ് നമ്മുടെ ആരാണ് മോഡേൺ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ. മോഡേൺ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷനിൽ മോഡേൺ മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസൈം അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ ആണ്. എൻസൈം അസിസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ അഡ്വാൻസ്ഡ് മെത്തേഡ് ആണ് അല്ലെ, ഒരു ടൈപ്പ് അഡ്വാൻസ്ഡ് മെത്തേഡ്. മോഡേൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ അഡ്വാൻസ്ഡ് മെത്തേഡ് ആണ്. അഡ്വാൻസ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് യൂസസ് എൻസൈം ടു ബ്രേക്ക് ഡൗൺ ദ സെൽ വോൾസ്, മെംബ്രെയിൻ ഓർ കോംപ്ലക്സ് മോളിക്യൂൾസ്. സെൽ വോൾസിനെയും മെംബ്രെയിൻസിനെയും അല്ലെങ്കിൽ കോംപ്ലക്സ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? എൻസൈം. അതാണ് ഇവിടെ പറയുന്നത് എൻസൈം അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ. എൻസൈം അസിസ്റ്റ് ചെയ്യുന്ന എക്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ എൻസൈം യൂസ് ചെയ്ത് അതിന്റെ സെൽ വോൾസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നു. ആൻഡ് ഇൻ പ്ലാന്റ് ഓർ ആനിമൽ മെറ്റീരിയൽ enhancing the release of the desired biotic compounds in the solvent. അതായത് സോൾവെന്റിൽ ഡ്രഗ് വെച്ചേക്കണം. ഈ ഡ്രഗിലോട്ട് നമ്മൾ എൻസൈം ആക്ട് ചെയ്ത് ചില എൻസൈംസ് ഇന്ന് സെൽ വോളിനെ ബ്രേക്ക് ചെയ്യും, ചിലത് ഇന്ന് ന്യൂക്ലിയർ വോളിനെ ബ്രേക്ക് ചെയ്യും, ആ ന്യൂക്ലിയസിന്റെ വോളിനെ ബ്രേക്ക് ചെയ്യും, ആ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇത് അല്ലെങ്കിൽ പ്രോട്ടീസ് എൻസൈംസ് പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ സ്പെസിഫിക്കലി ചെന്നിട്ട് ഓരോന്നിനെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ അകത്തെ കണ്ടന്റ് സോൾവെന്റിൽ ഡിസോൾവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മൾ എൻസൈം വെച്ചിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പേരിട്ട് വിളിക്കുന്നത്? എൻസൈം അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറയും. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ നോക്കാം. അതായത് എൻസൈം സച്ച് ആസ് സെല്ലുലോസ്, ഞാൻ പറഞ്ഞായിരുന്നില്ലേ സെല്ലുലോസ് പ്രോട്ടീസ് അതൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ സെല്ലുലോസ് പ്രോട്ടീസ് ദാറ്റ് ഈസ് സെലക്ടീവ്ലി ഡിഗ്രേഡ്, സെലക്റ്റീവ് ആയിട്ട് ഡിഗ്രേഡ് ചെയ്യുക. സെല്ലുലോസ് എന്ന് പറയുമ്പോൾ ആ സെൽ വോളിന്റെ സെല്ലുലോസ് മാത്രമേ ഡിഗ്രേഡ് ചെയ്യുള്ളൂ. പ്രോട്ടീസ് എൻസൈം ആണെങ്കിൽ ആ പ്രോട്ടീൻസ് മാത്രമേ ഡിഗ്രേഡ് ചെയ്യുള്ളൂ. അപ്പൊ എൻസൈം സച്ച് ആസ് സെല്ലുലോസ് പ്രോട്ടീസ് സെലക്ടീവ്ലി ഡിഗ്രേഡ് സ്ട്രക്ചറൽ കമ്പോണന്റ്. അതായത് സെല്ലുലാർ, ലിഗ്നിൻ, പ്രോട്ടീൻസ് അങ്ങനെ സ്ട്രക്ചറൽ കമ്പോണന്റ്സിനെ സെലക്ടീവ്ലി ഡിഗ്രേഡ് ചെയ്യും. മേക്കിംഗ് ദ ഇൻട്രാസെല്ലുലാർ കോമ്പൗണ്ട്സ് മോർ ആക്സസിബിൾ ഫോർ എക്സ്ട്രാക്ഷൻ. അപ്പൊ നമുക്ക് ഇതിനൊക്കെ പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആക്സസിബിൾ ചെയ്യാൻ പറ്റും എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട്. നമ്മൾ സോൾവെന്റ് ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സോലബിൾ ആകും. കാരണം എൻസൈം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു സെൽ വോള് അതുപോലെ അതിന്റെ പ്രോട്ടീൻസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഡിഗ്രേഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഈ എൻസൈം. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെല്ലുലോസ് ആൻഡ് പ്രോട്ടീൻസ് ദാറ്റ് സെലക്ടീവ്ലി ഡിഗ്രേഡ് ദ കമ്പോണന്റ്സ് എന്താണ് സ്ട്രക്ചറൽ കമ്പോണന്റ്സ് ഓഫ് ദ മെറ്റീരിയൽ, മേക്കിംഗ് ദ ഇൻട്രാസെല്ലുലാർ കോമ്പൗണ്ട്സ്. അതായത് അകത്ത് സെല്ലിന്റെ അകത്തായിരിക്കും ചിലപ്പോൾ കോമ്പൗണ്ട് ഇരിക്കുക. അപ്പൊ മേക്കിംഗ് ദ ഇൻട്രാസെല്ലുലാർ കോമ്പൗണ്ട്സ് മോർ ആക്സസിബിൾ ഫോർ എക്സ്ട്രാക്ഷൻ. ഇനി നമുക്ക് അതിന്റെ സ്റ്റെപ്സ് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ. എല്ലായിടത്തെയും പോലെ എന്താണ് നമ്മൾ ഡ്രഗ് മെറ്റീരിയൽ എടുക്കുക, ഡ്രൈ ചെയ്യുക, അതിനുശേഷം അത് പൊടിക്കുക, പൗഡർ ചെയ്ത് എടുക്കുക, എന്നിട്ട് അത് സോൾവെന്റിൽ നമ്മൾ ഇട്ട് വെക്കുക. അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ. മെറ്റീരിയൽ ഈസ് പ്രീ ട്രീറ്റഡ് ടു ഇൻക്രീസ് സർഫസ് ഏരിയ. എന്തിനാണ് അത് ഡ്രൈ ചെയ്ത് നമ്മൾ പൗഡർ ഫോമിലോട്ട് ആക്കുന്നത്? നോട്ട് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെറ്റീരിയൽ എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ ചെയ്യുക. നേരത്തെ മുന്നേ പറഞ്ഞ അതേ നോട്ട് നമ്മൾ ഫോളോ ചെയ്ത് അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എഴുതുക. നെക്സ്റ്റ് എൻസൈം
എൻസൈം ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഈ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ച മെറ്റീരിയൽ ഡ്രഗ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഡ്രഗിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും? എൻസൈം ആഡ് ചെയ്യും. അതാണ് എൻസൈം ട്രീറ്റ്മെന്റ്. എൻസൈം ഈസ് ആഡഡ് ടു ദ മെറ്റീരിയൽ ഇൻ സോൾവെന്റ് ആൻഡ് ഇൻക്യുബേറ്റഡ്. അങ്ങനെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇൻക്യുബേറ്റ് ചെയ്ത് എൻസൈമും ഈ മെറ്റീരിയലും കൂടി കുറച്ച് നേരത്തേക്ക് ഇൻക്യുബേറ്റ് ചെയ്ത് ഒരു സൈഡിൽ മാറ്റി വെക്കുക. അതാണ് നമ്മുടെ എൻസൈം ട്രീറ്റ്മെന്റ്. ഏത് എൻസൈമാണ് ആഡ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഏത് കോമ്പൗണ്ട് ആണ് വേണ്ടത്, അപ്പൊ ആ കോമ്പൗണ്ടിന് ഏത് പെർട്ടിക്കുലർ എൻസൈം ആണ് ആഡ് ചെയ്യേണ്ടത്, ആ എൻസൈം ആഡ് ചെയ്തിട്ട് നമ്മൾ എൻസൈം ട്രീറ്റ്മെന്റ് വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുന്നു. ഇനി തേർഡ് പ്രോസസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാക്ഷൻ ആണ്. എക്സ്ട്രാക്ഷൻ എങ്ങനെയാണ്? എൻസൈമാറ്റിക് ആക്ഷൻ ബ്രേക്ക് ഡൗൺ ദ സ്ട്രക്ചറൽ ബാരിയേഴ്സ് റിലീസിംഗ് ദ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് ഇൻ ദ സോൾവെന്റ്. അല്ലെ, ഈ എൻസൈം എന്ത് ചെയ്യും? ബാരിയേഴ്സിനൊക്കെ ബ്രേക്ക് ചെയ്ത് ആ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. നമ്മൾ ഡ്രഗ് സോൾവെന്റിൽ വെച്ചേക്കണേ, ഇതിന്റെ അകത്തോട്ട് നമ്മൾ എൻസൈം ആഡ് ചെയ്ത് ഈ എൻസൈം ആഡ് ചെയ്തതിനു ശേഷം ഈ എൻസൈം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് ബാക്കിയുള്ളതൊക്കെ ഡീഗ്രേഡ് ചെയ്ത് സെല്ലൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സിനെ സോൾവെന്റിലോട്ട് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഫോർത്ത് പ്രോസസ് എന്ന് പറയുന്നത് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാക്ട് സെപ്പറേറ്റഡ് ഫ്രം ദ സോളിഡ് റെസിഡ്യൂസ്. ജസ്റ്റ് നമ്മൾ എന്താണ് എക്സ്ട്രാക്ട് എടുക്കുക, അത് സോളിഡ് റെസിഡ്യൂസ് സെപ്പറേറ്റ് ചെയ്യാതെ നമുക്ക് കിട്ടി. കുറച്ച് നേരം നമ്മൾ എൻസൈം ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്ത് അതിനൊരു മൂലക്ക് വെച്ചേക്കണമെന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ അത് എടുത്തിട്ട് നമ്മളത് എക്സ്ട്രാക്ട് എടുത്ത് സോളിഡ് റെസിഡ്യൂ മാറ്റി നമ്മൾ ആ എക്സ്ട്രാക്റ്റിനെ മാറ്റുന്ന ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് അരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻസൈം ട്രീറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻസൈമിന്റെ ആക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയും. എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എൻസൈമാറ്റിക് ആക്ഷൻ ദാറ്റ് ബ്രേക്ക് ഡൗൺ ദ സ്ട്രക്ചറൽ ബാരിയേഴ്സ്. ലാസ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റ് പ്രോസസിംഗ് മെത്തേഡ്സും കൂടി വേണമെങ്കിൽ എഴുതാം. പോസ്റ്റ് പ്രോസസിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവാപ്പറേഷൻ, നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത കണ്ടന്റ് ഇവാപ്പറേഷൻ നടത്താം, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ നടത്താം, കണ്ടൻസേഷൻ നടത്താം. അങ്ങനെ കുറച്ചും കൂടി ഇത് എന്താണ് കോൺസെൻട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് എല്ലാം ചെയ്യണതാണ് പോസ്റ്റ് പ്രോസസ് മെത്തേഡ്. അതും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പൊ ഈ പ്രോസസ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വെച്ചാൽ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആള്. പിന്നുള്ളത് യൂസ് മൈൽഡ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് പ്രോസസ് ചെയ്യുന്നില്ല, ഭയങ്കര കോൾഡ് ടെമ്പറേച്ചർ അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ അങ്ങനെ ഒന്നുമില്ല. ഒരു മൈൽഡ് കണ്ടീഷനിലാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യണത്. അതുപോലെ ഇൻക്രീസ് എക്സ്ട്രാക്ഷൻ എഫിഷ്യൻസി. എക്സ്ട്രാക്ഷൻ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂടുന്നു. കാരണം എൻസൈം ആഡ് ചെയ്യുമ്പോൾ തന്നെ സെൽവോളൊക്കെ ബ്രേക്ക് ചെയ്ത് ഇത് പെട്ടെന്ന് തന്നെ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് സോലബിളൈസ് ചെയ്യാൻ ഫോമിലായിരിക്കും ഇരിക്കണം. പെട്ടെന്ന് അപ്പൊ സോലബിളൈസ് ആവും. അപ്പൊ ഇറ്റ് വിൽ ഇൻക്രീസ് ദ എക്സ്ട്രാക്ഷൻ എഫിഷ്യൻസി, നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ റെഡ്യൂസ് സോൾവെന്റ് ആൻഡ് എനർജി കൺസപ്ഷൻ. ഇവിടെ എനർജി കൺസപ്ഷൻ ഇല്ല, വലിയ എക്സ്ട്രാക്ഷൻ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യണില്ല, സോൾവെന്റ് യൂസ് ചെയ്യണില്ല. മറ്റേലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? കാൽക്കുലേഷനിലൊക്കെ സോൾവെന്റ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. അതേപോലെ ഏത് ടൈപ്പിലാണെങ്കിലും നമ്മൾ സോൾവെന്റ് കുറെ ആഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ സോൾവെന്റ് അധികം യൂസ് ചെയ്യുന്നില്ല. റെഡ്യൂസ് സോൾവെന്റ്, അവിടെ സോൾവെന്റ് നമ്മൾ കുറച്ച് സോൾവെന്റിലാണ് ഇട്ട് വെക്കുന്നത്. അതുപോലെ എനർജി കൺസപ്ഷൻ ഇല്ല, ഹീറ്റിംഗ് ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് എനർജി കൺസപ്ഷൻ ഒന്നും ഇല്ല ഇവിടെ. പിന്നെ പ്രിസർവ് ഹീറ്റ് സെൻസിറ്റീവ് കോമ്പൗണ്ട്സ്. നമ്മൾ ചില ഇപ്പൊ ഒരു ഡ്രഗ് എടുക്കുമ്പോൾ അതിന്റെ താരത്തിലോട്ട് ഫ്ലാവനോട് കുറെ മിക്സ്ചേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട, ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് നമുക്ക് വേണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഹീറ്റിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ടേ നമുക്ക് കിട്ടുള്ളൂ. ഹീറ്റ് സെൻസിറ്റീവ് കോമ്പൗണ്ട് പെട്ടെന്ന് നശിഞ്ഞു പോകും അതിൻ്റെ അകത്ത്. അപ്പൊ നല്ലൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ നശിഞ്ഞും കൂടി പോണേ. നമ്മൾ ഒന്നെടുക്കുമ്പോൾ മറ്റൊന്നും നശിക്കുകയും കൂടി ചെയ്യുള്ളൂ അല്ലെ. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് നല്ലതാണെങ്കിൽ ആ നല്ല കോമ്പൗണ്ട് അവിടെ നശിഞ്ഞു പോകും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണേ? ഈ പ്രിസർവ് ദ ഹീറ്റ് സെൻസിറ്റീവ് കോമ്പൗണ്ട് അല്ലെ. ഇവിടെ എൻസൈം ആക്ഷൻ നടത്തുമ്പോൾ എല്ലാ കോമ്പൗണ്ടും നശിക്കണില്ല. ഒരു കോമ്പൗണ്ട് അവിടെ നശിക്കണ്ട. എല്ലാം എന്ത് ചെയ്യുക? നമ്മുടെ ഇതിലോട്ടൊക്കെ ഡിസോൾവ് ആവണേണ്, സോൾവെന്റിലോട്ട് ഡിസോൾവ് ആവും. ഡിസോൾവ് ആവാത്തത് അവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ നശിക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ പ്രിസർവ് ഹീറ്റ് സെൻസിറ്റീവ് കോമ്പൗണ്ട്സ്, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് പ്രിസർവ് ഹീറ്റ് സെൻസിറ്റീവ് കോമ്പൗണ്ട്. അതുപോലെ ഇൻക്രീസ് എക്സ്ട്രാക്ഷൻ എഫിഷ്യൻസി. ഇതൊക്കെ ഈ പോയിന്റ് ഒക്കെ എന്തായാലും ചേർക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓഫ് ദ ഫിനോളിക്സ്, ഫ്ലേവനോയിഡ്സ്, പോളിസാക്കറൈഡ്സ്. ഫിനോളിക് കോമ്പൗണ്ട്സ് എക്സ്ട്രാക്ട് ചെയ്യുക, അതുപോലെ ഫ്ലേവനോയിഡ്സിനെ യൂസ് ചെയ്യുക, അതുപോലെ പോളിസാക്കറൈഡ്സിന് എക്സ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യുക. അതിനൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? നെക്സ്റ്റ്, റിക്കവറി ഓഫ് പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് ബയോആക്റ്റീവ്സ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ഫുഡിലും ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലും പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് അതിനെയൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക, അതിലെങ്കിൽ വീണ്ടും റിക്കവറി ചെയ്യുക. അത് പോയ പ്രോട്ടീൻസിനൊക്കെ
വീണ്ടും റിക്കവർ ചെയ്തെടുക്കുക. അതായത് വേണ്ടാണ്ട് കിടക്കുന്ന ചണ്ടീന്നൊക്കെ നമ്മൾ യൂസ് ചെയ്ത് മാറ്റിയതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും റിക്കവർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് വീണ്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്യാം. അപ്പൊ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് ദാറ്റ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഫുഡിലും ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ എക്സ്ട്രാക്ഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, നമുക്ക് ആവശ്യമാണ് യൂസ്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ പറയുന്നത്. 3 ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. അതുപോലെ സ്റ്റെപ്സിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ പ്രിൻസിപ്പിൾ, ഈ സംഭവങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മള് എന്താ പറയാ എൻസൈം അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്. നമ്മുടെ മോഡേൺ മെത്തേഡ്സിലെ സെക്കൻഡ് മെത്തേഡ് ഏതാണ്? മൈക്രോവേവ് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ അല്ലെ. മൈക്രോവേവ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ പേര് എന്ത് വന്ന്? മൈക്രോവേവ് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ എന്ന് വന്ന്. മൈക്രോവേവ് അസിസ്റ്റഡ് ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് യൂസസ് എ മൈക്രോവേവ് എനർജി. ഒരു മൈക്രോവേവിന്റെ ഒരു എനർജി നമ്മൾ ഈ ടെക്നിക്കലി യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോവേവ് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ടു ഹീറ്റ് ദീസ് മൈക്രോവേവ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ മൈക്രോവേവ് അതായത് ഓവൻ, മൈക്രോവേവിന്റെ അകത്ത് നമ്മുടെ സോൾവെന്റ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറ്റി വെക്കുന്നത്. ഡ്രഗ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് സോൾവെന്റിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഡ്രഗും സോൾവെന്റും ഉള്ള സംഭവം ആ ബീക്കർ നമ്മൾ മൈക്രോവേവിന്റെ അകത്ത് വെച്ചിട്ട് മൈക്രോവേവ് ഓൺ ചെയ്യുന്നു. മൈക്രോവേവ് ഓൺ ചെയ്യുമ്പോൾ ഇത് വേവ്സ് ആണല്ലോ, മൈക്രോവേവ്സ്. അപ്പൊ ഈ വേവ്സ് കടന്നു വരുമ്പോ ഇതിന്റെ അകത്ത് ഈ എന്താണ് ഡ്രഗിന്റെ ഉള്ളിൽ കൂടി വേവ്സ് കയറിയിട്ട് സെൽ വോൾസിനെ ബ്രേക്ക് ചെയ്യും. കാരണം ഈ സെൽസിന്റെ അകത്ത് എന്തുണ്ട്? പോളാർ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ വേവ് വരുമ്പോൾ ഈ പോളാർ മോളിക്യൂൾസ് ഭയങ്കരമായിട്ട് എനർജി ആവും. അപ്പൊ ആ ചാർജ് ആയിട്ട് ഇത് എന്ത് ചെയ്യും? മൂവ്മെന്റ് ചെയ്യും. പോളാർ മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കൈനറ്റിക് എനർജി വരും. ആ കൈനറ്റിക് എനർജി വരുമ്പോൾ അവിടെ ഹീറ്റ് എനർജി വന്നാൽ എന്താ? ഹീറ്റ് റിലീസ് ആവും. സോ ഹീറ്റ് റിലീസ് ആവുന്ന സമയത്ത് അവിടെ സെൽ വോൾസ് എന്ത് ചെയ്യും? ആ ഹീറ്റ് കൊണ്ട് പൊട്ടിപ്പോകും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കമ്പോണൻസ് എന്ത് ചെയ്യുക? പുറത്തേക്ക് വരും. ആ സോൾവെന്റിൽ ഡിസോൾവ് ആയി വരും. എന്നിട്ട് നമ്മളത് ഫിൽട്ടർ ചെയ്ത് എടുത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഇതാണ് മൈക്രോവേവ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ മൈക്രോവേവിന്റെ അകത്ത് ഡ്രഗ് വെച്ചിട്ട് വേവ്സ് കടത്തി വിടുമ്പോൾ ആ സോൾവെന്റ് ചൂടാവും. വേവ്സ് കൊണ്ട് പുറത്തത്തെ സോൾവെന്റ് ചൂടായി. അതേപോലെ സെൽസിന്റെ അകത്തോട്ട് വേവ്സ് കടന്നു ചെല്ലുമ്പോൾ സെൽ വോൾസ് ബ്രേക്ക് ആവും. കാര്യം പോളാർ മോളിക്യൂൾസ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെൽ വോൾസ് ഒക്കെ പൊട്ടും. അതിന്റെ ഉള്ളിലുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് പുറത്തു വരും. ആ പുറത്തു വരുന്ന കോൺസ്റ്റിറ്റ്യൂൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഇത്രക്കും സിമ്പിൾ ആണ് മൈക്രോവേവ് എക്സ്ട്രാക്ഷൻ. അപ്പൊ നമ്മള് മൈക്രോവേവ് എക്സ്ട്രാക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെക്നിക് that uses a microwave energy to heat the solvent and the material being extracted. മനസ്സിലായി? സോൾവെന്റിനെ ഹീറ്റ് ചെയ്യണം, അതുപോലെ മെറ്റീരിയൽ നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ആ മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. ദിസ് ആക്സിലറേറ്റ് ദ റിലീസ് ഓഫ് ബയോആക്റ്റീവ് കോമ്പൗണ്ട്സിന്റെ റിലീസിനെ ആക്സിലറേറ്റ് ചെയ്യും ബൈ ബ്രേക്കിംഗ് ഡൗൺ ദ സെൽ വോൾ ആൻഡ് ഇംപ്രൂവിംഗ് ദ സോൾവെന്റ് പെനിട്രേഷൻ. സെൽ വോൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് സോൾവെന്റിന് ഈസിലി അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റും. ബൈ ബ്രേക്കിംഗ് ഡൗൺ ദ സെൽ വോൾ ആൻഡ് ഓൾസോ ഇംപ്രൂവിംഗ് ദ സോൾവെന്റ് പെനിട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ഓഫ് ദ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് ചെയ്യാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റെപ്സ് ആണ് അല്ലെ. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാ സ്റ്റെപ്പിലും ചെയ്യണ പോലെ തന്നെ എന്തെന്നാ? പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ. പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രഗ് എടുക്കുക, ഡ്രൈ ചെയ്യുക, വാഷ് ആൻഡ് ഡ്രൈ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ ഡ്രഗ് മോളിക്യൂൾ ഇസ് ക്രഷ്ഡ് ഇൻടു പൗഡർ ഫോം. അതാണ് പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ. അതായത് മിക്സിംഗ്. ദ മെറ്റീരിയൽ ഈസ് മിക്സ്ഡ് വിത്ത് സ്യൂട്ടബിൾ സോൾവെന്റ് ഇൻ മൈക്രോവേവ് സേഫ് കണ്ടെയ്നർ. ഒരു മൈക്രോവേവ് കണ്ടെയ്നറിന്റെ അകത്ത് നമ്മൾ മെറ്റീരിയൽ എന്ത് ചെയ്യുക? ഒരു സോൾവെന്റിൽ മിക്സ് ചെയ്ത് വെക്കുക. മിക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ ഇസ് മിക്സ്ഡ് വിത്ത് suitable solvent. എവിടെയാണ്? മൈക്രോവേവ് സേഫ് കണ്ടെയ്നറിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ഇറേഡിയേഷൻ ആണ്. അതായത് മൈക്രോവേവിന്റെ റേഡിയേഷനെ കടത്തി വിടുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മിക്സ്ചർ ഈസ് എക്സ്പോസ്ഡ് ടു മൈക്രോവേവ് റേഡിയേഷൻ. മിക്സ്ചർ നമ്മൾ മൈക്രോവേവ് റേഡിയേഷനായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു ഫോർ എ സ്പെസിഫിക് ടൈം ആൻഡ് പവർ ലെവൽ. ഇത്ര പവർ ലെവലിൽ ഇത്ര ഡിഗ്രിയിലായിരിക്കും ആ മൈക്രോവേവിന്റെ വേവ്സ് വരുന്നത്. അതിൽ ഇത്ര ടൈം പീരീഡ്, ഈ ഒരു നേരം ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ്, അങ്ങനെ ഇത്ര ടൈമിൽ
like for a specific time and power level the mixture is exposed to the microwave radiation. അപ്പോൾ ഇവിടെ solvent absorbs the heat and enhance extraction. ഈ solvent heat absorb ചെയ്ത് solvent heated ആവാൻ പറയും. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഹീറ്റ് ഒന്നും കൊടുക്കണില്ല, മൈക്രോവേവിന്റെ ഹീറ്റ് കൊണ്ടിട്ട് സോൾവെന്റ് ഹീറ്റഡ് ആവും. അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള പോളാർ മോളിക്യൂൾസ് മൂവ് ചെയ്ത് അവിടെയും ഒരു ഹീറ്റ് എനർജി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു ഹീറ്റഡ് ആവുമ്പോൾ സെൽ വോൾസ് പൊട്ടുന്നു. അതാണ് ഇവിടെ മൈക്രോവേവ് റേഡിയേഷനിൽ നടക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് മെത്തേഡ് എന്താണ്? മൈക്രോവേവ് റേഡിയേഷൻ കഴിഞ്ഞ് പവറൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് അപ്പൊ ഫിൽട്രേഷൻ ആണത്. മിക്സ്ചർ ഇസ് ഫിൽട്ടേർഡ് ടു എക്സ്ട്രാക്ട് ഫ്രം ദ സോളിഡ് റെസിഡ്യൂ. എന്നിട്ട് നമ്മൾ ആ മിക്സ്ചർ എന്ത് ചെയ്യുക? ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് സോളിഡ് റെസിഡ്യൂവിന് എക്സ്ട്രാക്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റെപ്സ് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ മിക്സിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇറേഡിയേഷൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിൽട്രേഷൻ. ഇത് ആരോ മാർക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് മറ്റേത് എഴുതിയ പോലെ തന്നെ അഡ്വാൻറ്റേജ് എഴുതിക്കും. അതായത് റാപ്പിഡ് എക്സ്ട്രാക്ഷൻ, നന്നായിട്ട് എളുപ്പം എക്സ്ട്രാക്ഷൻ, ഇൻക്രീസ് ദി എഫിഷ്യൻസി, നന്നായിട്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഹീറ്റ് പ്രിസർവ് ദ ഹീറ്റ് സെൻസിറ്റീവ് കമ്പോണൻസ്. ഈ സെൻസിറ്റീവ് കമ്പോണൻസ് നമ്മൾ പ്രിസർവ് ചെയ്യാൻ നമ്മളുടെ ഹീറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല, മൈക്രോവേവ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഹീറ്റ് ഒരുപാട് ഹീറ്റൊന്നും അവിടെ ക്രിയേറ്റഡ് ആവണില്ല. അപ്പൊ ഹീറ്റ് സെൻസിറ്റീവ് കമ്പോണൻസ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളിവിടെ. ഇനി ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രിയില്, കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രിയില് അതായത് നമ്മൾ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് ദ ഫ്ലേവനോയിഡ്സ്, ടെർപീൻസ് ഇതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ്സ് എല്ലാ ആപ്ലിക്കേഷൻസിലും എല്ലാ മെത്തേഡ്സും നമുക്ക് പോകും. അപ്പൊ എക്സ്ട്രാക്ഷൻ ഈ മെത്തേഡ് നമുക്ക് ഈ ഒരു പ്രോസസ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ഡയഗ്രം നോക്കാം. അതായത് ഇതൊരു മൈക്രോവേവ് ആണ്. ഈ മൈക്രോവേവിന്റെ അകത്ത് നമ്മൾ ഈ ബീക്കർ വെച്ചിട്ട് ഈ ബീക്കറിന്റെ അകത്തായിരിക്കും നമ്മുടെ സാമ്പിൾ അല്ലെങ്കിൽ ഡ്രഗ് ഉള്ളത്. എന്നിട്ട് ഇവിടുന്ന് വേവ്സ് വരും. വേവ്സ് വന്നിട്ട് ഈ സാമ്പിളിൽ ചെന്നിരുമ്പോൾ ഈ സാമ്പിൾ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതാണ് ഡയഗ്രം. ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് വരച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഡയഗ്രാംസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മൈക്രോവേവിന്റെ ഡയഗ്രാംസ് ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ഒന്നും കൂടി വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ വരച്ചത്. ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് അപ്പൊ ഇതാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? എക്സ്ട്രാക്ഷൻ എന്താന്ന് പഠിച്ചു. ആദ്യം ഫൈറ്റോ കെമിസ്ട്രി എന്താന്ന് നോക്കി. ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫൈറ്റോ പ്ലാൻ മെറ്റീരിയലിലെ കെമിസ്ട്രി കോൺസ്റ്റൻസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ്ട്രാക്ഷൻ ആണ്. എക്സ്ട്രാക്ഷന്റെ എന്താണ് അതിന്റെ ഡെഫിനേഷൻ നോക്കി. അതിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ്? 2 കമ്പോണൻസ് ആണ് എക്സ്ട്രാക്ഷനിലുള്ളത്. എന്തൊക്കെയാണ്? മാർക്കും ഉണ്ട്, മെൻസ്ട്രും ഉണ്ട്. മാർക്ക് എന്ന് പറയുമ്പോൾ ആ സോളിഡ് മെറ്റീരിയൽ, മെൻസ്ട്രും എന്ന് പറഞ്ഞാൽ സോൾവെന്റും ആണെന്ന് പറഞ്ഞ്. പിന്നെ ടൈപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ ആണ് നോക്കിയത്. ടൈപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ നോക്കുമ്പോൾ 2 ടൈപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ മോഡേൺ മെത്തേഡ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ട്? സോഫ്റ്റ് എക്സ്ട്രാക്ഷൻ, പെർക്കുലേഷൻ, മാസറേഷൻ ഒക്കെ പോലെ കുറെ ടൈപ്സ് ഓഫ് പ്രോസസ് ഉണ്ട്. അതുപോലെ മോഡേൺ മെത്തേഡിൽ എൻസൈം അസിസ്റ്റഡ് എക്സ്ട്രാക്ഷനും കണ്ട്, അതുപോലെ മൈക്രോവേവ് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷനും കണ്ട്. അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിഫൈൻ എക്സ്ട്രാക്ഷൻ, അതുപോലെ ഡിഫൈൻ ദ മോഡേൺ മെത്തേഡ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ എന്താണ് എക്സ്ട്രാക്ഷൻ, അതുപോലെ തന്നെ എക്സ്ട്രാക്ഷനിൽ ടൈപ്സ് ആ കമ്പോണൻസ് എഴുതുക. അതുപോലെ തന്നെ വേണമെങ്കിൽ ലിക്വിഡ് സോൾവെന്റ് എടുക്കുമ്പോൾ ആ സോൾവെന്റ് എങ്ങനെയായിരിക്കും, കോമ്പാക്റ്റബിൾ ആയിരിക്കും, നമുക്ക് പറഞ്ഞ കുറച്ച് സോൾവെന്റിനെ കുറിച്ചൊന്ന് പൊക്കി പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്ട്രാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡിന്റെ പേരുകളൊക്കെ എഴുതുക. പറ്റുമെങ്കിൽ ഒന്ന് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഡിഫൈൻ ചെയ്ത ട്രഡീഷണൽ മെത്തേഡ് എന്തൊക്കെയാണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് മോഡേൺ മെത്തേഡായിട്ട് വരാം. മോഡേൺ മെത്തേഡിൽ എൻസൈം അസിസ്റ്റഡും അതുപോലെ തന്നെ നമ്മുടെ മൈക്രോവേവ് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻസും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അതിന് ഫിഗറും വരച്ച് വെക്കാം. ഫിഗർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ മൈക്രോവേവിന്റെ ആണെങ്കിൽ ഈ ഒരു ഫിഗർ അല്ല, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നല്ലൊരു ഫിഗർ നോക്കിയിട്ട് ആ ഒരു ഫിഗറും കൂടി അതിൻ്റെ അകത്ത് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ആ ഒരു 10 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകം എടുത്തത്. 5 മാർക്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും മെയിൻ ആയിട്ട് എടുത്തെഴുതാൻ മതി. എക്സ്ട്രാക്ഷൻ എന്താണെന്ന് എഴുതിയിട്ട് ഈ 10 മാർക്കിനാകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതുക. ഇത്രയേ ഉള്ളൂ.